السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടി സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട പാഠം ഓതാനുണ്ട്. വളരെ കുറച്ചേ ബാക്കിയുള്ളൂ. ഇന്നലെ പിന്നെ അത് തീർത്താൽ കുറെ വിഷമാവും. അപ്പൊ അങ്ങനെ വിഷമിച്ച് തീർക്കണ്ട എന്ന നിലക്ക് പൂർത്തിയാക്കാതെ വെച്ചതാണ്. ചിലപ്പോ സുന്നത്ത് നിസ്കാരത്തെ പറ്റിയുള്ള ഭാഗം അവസാനിപ്പിച്ച് ഇന്നത്തെ ദർസ് അതുകൊണ്ട് മതിയാക്കാം. അല്ല, സമയം വിശാലമായി മുന്നിൽ ബാക്കി വരികയാണെങ്കിൽ ജമാഅത്തിന്റെ ഭാഗം തുടങ്ങി വെക്കുകയും ആവാം ഇൻഷാ അല്ലാഹ്. ഇന്നലെ നമ്മള് ഇസ്തിസ്ഖാ നിസ്കാരത്തെ കുറിച്ചും തറാവീഹിനെ കുറിച്ചുമുള്ള ചർച്ചയാണ് ഇന്നലത്തെ ദർസിൽ ഓതാൻ വന്നത്. ഇനി തഹജ്ജുദിനെ കുറിച്ചും മുത്ലഖ് സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പൊതുവിലും ഉള്ള ചർച്ചയാണ്. യഥാർത്ഥത്തിൽ മുത്ലഖ് സുന്നത്തിന്റെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് ഈ തസ്ബീഹ് നിസ്കാരം. എങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതും പ്രത്യേകമായി എടുത്തു പറയേണ്ട രൂപങ്ങളും നിയമവശങ്ങളും ഉള്ളത് കൊണ്ട് അത് നേരത്തെ പറഞ്ഞു എന്ന് മാത്രം. മറ്റ് പല ആശയക്കാരും ഷറഹിന്റെ ആളുകളും ഒക്കെ മുത്ലഖ് സുന്നത്തിന്റെ കൂട്ടത്തിലാണ് തസ്ബീഹ് നിസ്കാരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ തസ്ബീഹ് നിസ്കാരം മുത്ലഖ് സുന്നത്താണ് താനും. അപ്പോ തഹജ്ജുദിനെ കുറിച്ചാണ് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വയുസന്നു തഹജ്ജുദു. തഹജ്ജുദ് നിസ്കാരം സുന്നത്താക്കപ്പെടും. ഇജ്മാ കൊണ്ട് തഹജ്ജുദ് നിസ്കാരം സുന്നത്താക്കപ്പെടും. പണ്ട് നമ്മളെ JCB മൗലവി പറഞ്ഞു, 5 വക്ത് നിസ്കാരത്തിന് ഖുർആനിൽ ഒരു തെളിവുമില്ല, എന്നിട്ട് വെറുതെ ഈ ഖുറാഫികള് 5 വക്ത് നിസ്കരിക്കണം എന്ന് പറയും. എന്നാൽ ഖുർആനിൽ അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞതാണ് തഹജ്ജുദ്. യഥാർത്ഥത്തിൽ അതാണ് ഫർളാകേണ്ടത്. അത് JCB മൗലവിനെ കാണാതായതുപോലെ തന്നെ ആ കൗലിനും തലയും പാലും ഇല്ലാത്ത കൗല. എന്നാൽ തഹജ്ജുദ് സുന്നത്താണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഹുജൂദ് എന്ന് പറയുന്നതിൽ നിന്നിട്ടാണ് തഹജ്ജദ ഉണ്ടാണ്. ഹുജൂദ് എന്ന് പറഞ്ഞാൽ ഉറക്കമിളക്കുക എന്നാണ്, ഉറക്കം അകറ്റുക എന്നൊക്കെ. അപ്പൊ ഉറങ്ങിയ ഒരാള് ആ ഉറക്കത്തെ അകറ്റി നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് തഹജ്ജുദ് നിസ്കാരമാവുന്നത്. ഒരാള് രാത്രി തീരെ നിസ്കരിക്കുന്നില്ല, അല്ല രാത്രി തീരെ ഉറങ്ങുന്നില്ല. ഉദാഹരണം, അയാള് നൈറ്റ് ഡ്യൂട്ടിക്കാരനാണ്, തീരെ ഉറങ്ങുന്നില്ല. പക്ഷെ സുബി വരെ അയാൾ ഉറങ്ങാതെ നിൽക്കുക. എന്നാ അയാൾ കരുതി ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു ഹൈറ് പെടട്ടെ, രാത്രി നിസ്കാരം കൊണ്ട് സമയം ഉപയോഗപ്പെടുത്താം എന്ന് വെച്ചാൽ അത് ഖിയാമുൽ ലൈലാവും. എന്നാൽ തഹജ്ജുദ് ആവൂല. കാരണം തഹജ്ജുദ് ആവണമെങ്കിൽ രാത്രി അല്പസമയമെങ്കിലും ഉറങ്ങി എഴുന്നേറ്റ് കൊണ്ട് നിസ്കരിക്കുമ്പോഴേ തഹജ്ജുദ് ആവും. ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, രാത്രിയാണ്, എന്നാൽ തഹജ്ജുദുമാണ് ഖിയാമുൽ ലൈലുമാണ്. അപ്പോ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ഒക്കെ രാത്രി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ഖിയാമുൽ ലൈൽ എന്ന് പറയാം. എന്നാൽ ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിനെ പറ്റി മാത്രമേ തഹജ്ജുദ് എന്ന് പറയൂ. അത് തന്നെ സുബഹിന്റെ മുമ്പാവും വേണം. രാത്രി ഉറങ്ങുകയും സുബഹിക്ക് മുമ്പായി
അല്പസമയമെങ്കിലും എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അത് തഹജ്ജുദാണ്. അത് 2 റക്അത്ത് നിസ്കരിച്ചാലും തഹജ്ജുദാവും. ഇനി ഒരാൾ 100 റക്അത്ത് നിസ്കരിക്കുകയാണ് എന്നാലും തഹജ്ജുദാണ്. കാരണം എന്താ? മുത്ലഖ് നിസ്കാരത്തിന്റെ കൂട്ടത്തിലാണ് പെട്ടിയത്. മുത്ലഖ് സുന്നത്ത് നിസ്കാരത്തിന് ഇത്ര റക്അത്ത് എന്ന് കണക്കില്ല, എത്ര വേണമെങ്കിലും ആവാം. എന്താണ് ഈ തഹജ്ജുദ്? വഹുവ തഹജ്ജുദ് എന്നാൽ അത്തനഫുലു ലൈലൻ ബഅദ നൗമി. അതിന്റെ അർത്ഥം തന്നെയാണ് പറയുന്നത്. അത്തനഫുലു ലൈലൻ, രാത്രിയിൽ സുന്നത്ത് നിസ്കാരം നിർവഹിക്കലാണ്. എപ്പോ നിർവഹിക്കണം? ബഅദ നൗമി, ഉറങ്ങിയതിന് ശേഷം. രാത്രി സമയത്ത് അല്പമെങ്കിലും ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. അല്ലാഹു തആല തഹജ്ജുദിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഖാല അല്ലാഹു തആല വമിനൽ ലൈലി, രാത്രിയിൽ നിന്നും, ഫതഹജ്ജദ് ബിഹി, ബാഇന് ഫീന്റെ അർത്ഥാണ് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ആ രാത്രിയിൽ അങ്ങ് ഉറക്കം വിളച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുക. അപ്പൊ അല്ലാഹു തആല തഹജ്ജദ് എന്നത് കൽപ്പനയാണല്ലോ. കൽപ്പനയാവുമ്പോ വുജൂബിനാണെന്നാണ് ഉസൂലിന്റെ നിയമം. അതിന് പറയുന്നത് നാഫിലതൻ ലക, ഇത് ഉമ്മത്തുകൾക്കില്ലാതെ തങ്ങൾക്ക് കൂടുതലായി വരുന്ന വുജൂബാൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്തിൽപ്പെട്ടതാണ് തഹജ്ജുദ് നിസ്കാരം വുജൂബാണ് എന്ന നിയമം. ഉമ്മത്തുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇജ്മാഅ് കൊണ്ട് അത് സുന്നത്താണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വുജൂബാണ് എന്നാണ്. അതുകൊണ്ടാണ് നാഫിലതൻ ലക എന്ന് പ്രത്യേകം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്തു. ഇനി തന്നെയല്ല, ഖുർആനിൽ പല സ്ഥലത്തും വമിനൽ ലൈലി വസബ്ബിഹു വസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ ത്വീല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുപോലെ തന്നെ ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫുഹു വസുലുസുഹു വത്വായിഫത്തുൻ മിനൽ ലദീന മലക് എന്ന് തുടങ്ങി മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറമെ സ്വഹാബത്തും അത് നിസ്കരിക്കുന്നതിനെ പറ്റിയും പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഖുർആൻ തന്നെ പലവരും ഉണർത്തിച്ചിട്ടുണ്ട്. എന്നാൽ തഹജ്ജുദിന്റെ മഹത്വത്തെ കുറിച്ച് വന്നിരിക്കുന്നു അഹദീസു കസീറത്തുൻ, ധാരാളം ഹദീസുകൾ അതിന്റെ മഹത്വം. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, റഹിമല്ലാഹു റജുലൻ ഖാമ ഫീ മിൻ ലൈലിഹി, ഒരു മനുഷ്യൻ അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. എന്താണ്? അദ്ദേഹം രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ടോ ഉറക്കിൽ നിന്നിട്ട് എഴുന്നേറ്റിട്ട് ഫസല്ല, അവൻ തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് മാത്രമല്ല, വഅയ്ഖലംറതഹു, തന്റെ ഭാര്യയെ വിളിച്ചുണർത്തി, ഫസല്ലത്ത്, അങ്ങനെ അവരും നിസ്കാരം നിർവഹിച്ചു. ഫൈനബത്ത്, അവളെ വിളിച്ചിട്ട് എഴുന്നേൽക്കാൻ അവൾ വിസമ്മതിച്ചു വെക്കുകയാണെങ്കിൽ, നളഹ ഫീ വജ്ഹിഹൽ മാ, അവളുടെ മുഖത്ത് വെള്ളം കൊണ്ടെങ്കിലും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ നിസ്കരിച്ച ഭർത്താവിനും ഭാര്യക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. റഹ്മല്ലാഹു റഅതൻ, ഒരു സ്ത്രീക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. ഖാമത്ത് മിനൽ ലൈലി, അവര് രാത്രി എഴുന്നേറ്റു, ഫസല്ലത്ത്, തഹജ്ജുദ് നിസ്കരിച്ചു. അതിന്റെ പുറമെ തളത്ത് സൗജഹ, ഭാര്യയെയും ഭർത്താവിനെയും അവൾ വിളിച്ചുണർത്തി, ഫസല്ല, അങ്ങനെ അദ്ദേഹം നിസ്കരിച്ചു. ഫൈനബ, മടി കാരണം അവൻ നിസ്കരിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, നളഹത്ത് ഫീ വജ്ഹിൽ മാ, അവരുടെ മുഖത്ത് വെള്ളം കുടഞ്ഞുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ച് അങ്ങനെ നിസ്കരിച്ച അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യുമാറാകട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി കാണാം.
ഇനി അതുപോലെ തന്നെ ഇമാം അബൂദാവൂദും നസായി ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഒരു പുരുഷൻ രാത്രി ഉറക്കം എഴുന്നേറ്റു ഭാര്യയെയും വിളിച്ചുണർത്തി, വസല്ലയാ റക്അത്തൈനി, 2 റക്അത്തെങ്കിലും എങ്ങനെ അവൻ നിസ്കരിച്ചു. ഭാര്യയും ഭർത്താവും എഴുന്നേറ്റ് വെറും 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ കുത്തിബ, ആ ഭാര്യയും ഭർത്താവിനെയും രേഖപ്പെടുത്തപ്പെടും, മിനദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ഉണ്ടോ, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അവരുൾപ്പെടാൻ രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഭർത്താവ് ഭാര്യയെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഭാര്യയും ഭർത്താവും 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. ഇങ്ങനെ ധാരാളം ഹദീസുകൾ തഹജ്ജുദിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രചോദനം നൽകിക്കൊണ്ടുണ്ട്. പിന്നെ അതേ സമയത്ത് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞതിന് കണക്കില്ല. വലറകാതാനി മിനസ്സലാത്തി ബിലൈലത്തി കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബല. ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂമ് തങ്ങള് അദ്കേ പറഞ്ഞതാണ്, കേവലം 2 റക്അത്ത് എങ്കിലും ഒരാള് രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ എന്നെന്നും നിലനിൽക്കുന്ന അതിമഹത്തായ സ്വർഗത്തിലുള്ള ഒരു നിധിയാണ്. വലറകാതാനി മിനസ്സലാത്തി ബിലൈലത്തിൻ കൻസും ബിദാരിൽ ഖുൽദി, നിത്യജീവിതത്തിന് വീടാവുന്ന സ്വർഗത്തിലുള്ള ഒരു നിധിയാണ് വെറും 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ എത്രയാണോ കഴിയുന്നോടത്തോളം രാത്രി നിങ്ങളോട് എത്ര കഴിയോ അത്രയും അങ്ങനെ ഹദീസിലും ഖുർആനിലും മാത്രമല്ല മഹാന്മാരായ മഹത്തുക്കള് ഇമാമിങ്ങളെ പറ്റി പറഞ്ഞ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഇശാ നിസ്കാരാനന്തരം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ പലപ്പോഴും മുഅദ്ദിൻ വന്ന് സുബഹി ബാങ്ക് കൊടുത്ത് പള്ളിയിൽ വിളക്ക് തെളിയിക്കുമ്പോഴായിരുന്നു മഹാനവർകൾ നിസ്കാരത്തിൽ നിന്നിട്ട് വിരമിക്കുക. അങ്ങനെ നേരം പുലരുവോളം നിസ്കാരത്തിൽ മാത്രം ഒഴുകിയ എത്രയോ മഹത്തുക്കളുണ്ട്. മാത്രമല്ല ചില മഹാന്മാര് ഫജ്റാവുമ്പോ കരിയാണ്. ഫജ്റാവുമ്പോ കരിയാണ്. പഠിച്ചോനെ, റബ്ബിനോടുള്ള മുനാജാത്തിന്റെ രസം, ആനന്ദം അത് അവസാനിച്ചല്ലോ. നേരം വെളുത്തപ്പോ ഇനി മനുഷ്യരുമായി ഇടപഴകണമല്ലോ. ഇനി അങ്ങനെ അള്ളാഹുമായിട്ട് മാത്രമുള്ള സ്വകാര്യ മുനാജാത്തിന്റെ സമയം കഴിഞ്ഞല്ലോ എന്ന നിലക്ക് അവര് കരയുകയായിരുന്നു. അങ്ങനെയുള്ള മാത്തുക്കളെ പറ്റിയാണ് എന്ന് പറഞ്ഞത്. ഓ രാത്രി നീ ഇനിയും ദീർഘമായി നീണ്ടുകിടക്ക്, നേരം പുലരല്ലേ, ഫജ്റെ വെളിവാകല്ലേ, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് എത്ര കണ്ടു നീണ്ടുന്നോ അത്രയും റബ്ബുമായിട്ടുള്ള മുനാജാത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന എത്രയോ മഹത്തുക്കള്. അങ്ങനെ അവരൊക്കെ തേങ്ങ ഉടക്കുമ്പോ നമ്മളോട് അതിനൊന്നും കഴിയൂലെങ്കിലും നമ്മളും ആ കൂട്ടത്തില് അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും എഴുന്നേറ്റ് നിസ്കരിച്ച് ആ കൂട്ടത്തിൽ ആ പട്ടികയിൽ പേര് വരാൻ നമ്മളും ശ്രമിക്കണം. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. വകുരിഹ ഇനി പറയട്ടെ, അതാ ചിലപ്പോ നമ്മളെ ഈ വസ്വാസിന്റെ ഉസ്താദന്മാർക്കൊക്കെ ഉള്ളൊരു പ്രശ്നം. അതാ കൂട്ടത്തിൽ തന്നെയാണ് പറയും ചെയ്യും. അത് പറയുമ്പോത്തിന് പിന്നെ പണ്ട് നമ്മൾ അദ്ദേഹം തന്നെ ഫർദസ്കാരം കവാലുള്ളവർക്ക് സുന്നത്തുകാർ ഹറാമാണ്. അപ്പൊ പിന്നെന്താക്കും, റമദാൻ മാസത്തിൽ പള്ളിക്കൽ അങ്ങനെ പള്ളി നിറച്ച ആള് കൂടിയിട്ട് തറാവീഹ് അങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും. കുറച്ചാൾക്കാര് കാണാൻ പുറത്തെ പള്ളിയിലെ തയ്യലേക്ക് ഉത്തരന്നിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞു ഉത്തരിക്കണം. അപ്പൊ ചോദിക്കുക, അല്ലാന്ന് പള്ളിക്കൽ ഇത്രയും ആള് കൂടി നിസ്കരിക്കണം നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഇവിടെ കുത്തരുന്ന് വർത്താനം പറഞ്ഞു ഉത്തരിക്ക. അതിന് ഞങ്ങൾക്ക് ഫർദസ്കാരം കവാലുണ്ട്, അപ്പൊ സുന്നത്തുകാർ ഹറാമാണല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് നിസ്കരിച്ചാൻ വയ്യാത്തോണ്ടാണ്. എന്താ ഇപ്പൊ അതിന് കാട്ടുക? അങ്ങനെ അല്ലല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അവനുള്ള സമയം മുഴുവനും ഫർദ് നിസ്കരിക്കാൻ ഉപയോഗിക്കണം എന്നാണ്, അല്ലാതെ സുന്നത്ത് നിസ്കരിക്കണ്ട എന്നല്ല. എന്നതുപോലെ പതിവായി നിസ്കരിച്ചു പോരുന്ന ഒരാൾക്ക് ഉദ്റില്ലാതെ ഒഴിവാക്കൽ കറാഹത്താണ് എന്നാ പറഞ്ഞത്. പക്ഷേ
ഈ ഉദറില്ലാതെ എന്ന് പറഞ്ഞത് പലപ്പോഴും ശ്രദ്ധയപ്പെടൂല. അപ്പൊ പതിവാക്കിയ ഇടക്ക് നഷ്ടപ്പെട്ടാ പിന്നെ കറാത്തിലെന്താ, പിന്നെ ആദ്യം തന്നെ നിസ്കരിച്ചാൽ പിന്നെ ആ കറാത്തില്ലല്ലോ. എന്താ കാട്ട? അങ്ങനെയല്ല. ഒരു ദിവസം ജീവിതത്തിൽ നിസ്കരിക്കാൻ കഴിഞ്ഞു എങ്കിൽ ഒരു ദിവസം നിസ്കരിക്കണം. ആഴ്ചയിൽ 2 ദിവസം നിസ്കരിക്കാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, ഖൈറായില്ലേ? അല്ല, ഒന്നിടവിട്ട ദിവസങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിഞ്ഞു, മാഷാ അല്ലാഹ്, എത്ര ഖൈറായി. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം പോയിക്കോട്ടെ, വലിയ പ്രശ്നമാക്കണ്ട. ഒരൊറ്റ ദിവസമേ ജീവിതത്തിൽ സാധിച്ചുള്ളെങ്കിൽ അത് നിസ്കരിക്കുക. എന്നും സാധിക്കുമെങ്കിൽ എന്നും നിസ്കരിക്കുക. ഇല്ല, ഇടവട്ട ദിവസങ്ങളിൽ സാധിക്കുന്നുള്ളൂ, എന്നാ അങ്ങനെ മതി. അങ്ങനെയാണ്. അല്ലാതെ അതിന്റെ കൂട്ടത്തിൽ ഏച്ചു കൂട്ടിക്കാണ്ട് ഒരു കറാത്ത് കൊണ്ടെന്ന് വെച്ചാൽ മുമ്പുള്ളവർക്കൊക്കെ അത് പറ്റും. ഓലെന്താന്ന് വെച്ചാൽ ഓലെന്തായാലും അത് ഒഴിവാക്കൂല. അപ്പൊ ഇടക്ക് എഴുതില്ലാതെ ഒഴിവാക്കൽ കറാത്താണെന്ന് കേൾക്കുമ്പം എന്നാ ഒരു കാരണവശാലും ഒരു ദിവസം ഒഴിവാക്കണ്ട എന്ന നിലക്ക് വളരെ കണിശമായി അവരത് കൊണ്ടിറക്കും. ഇപ്പം നേരെ മറിച്ചാണേ. ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് കുട്ടികളോട് പറഞ്ഞ ഇപ്പൊ പറയണ്ടട്ടോ. ഇപ്പൊ പറഞ്ഞ സംഗതി ഉമ്മാക്ക് അള്ളാന്റെ ഭൂമിയിൽ സ്ഥലം ഉണ്ടാവൂല. എന്താ, ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ കാല് വാരി തള്ളിടും. കാരണം എന്താ, അതിന്റെ അടിയിലുള്ള സ്വർഗം എടുക്കാന്നുള്ള ആൾക്ക് എന്നതുപോലെ ആ കറാത്താണെങ്കിൽ അവന്റെ തീരക്കരിച്ചാൽ പിന്നെ ആ കറാത്തില്ലല്ലോ എന്ന് ചിന്തിക്കും. അതല്ല, അങ്ങനെയല്ല. ഒരു ദിവസം നിങ്ങളോട് കഴിയുമെങ്കിൽ ഒരു ദിവസം നിസ്കരിച്ചാൽ മതി. ഇടവിട്ട ദിവസങ്ങളിലേക്ക് കഴിയുള്ളെങ്കിൽ അങ്ങനെ നിസ്കരിച്ചാൽ മതി. എന്നും കഴിയുമെങ്കിൽ നല്ലതാണ്. ഖലാസ്. അത് ഏത് സുന്നത്തും അങ്ങനെ തന്നെ. സുന്നത്തായ ഇബാദത്തുകൾ നമ്മള് ഒരു തഹജ്ജുദിനെ പറ്റി മാത്രമല്ല, ഏത് സുന്നത്തായ ഇബാദത്തും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു വന്നിരുന്നത് പതിവാക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു സുന്നത്തും ഇടക്ക് ഒഴിവാക്കാറില്ലായിരുന്നു. അപ്പൊ അത് നല്ല കാര്യമാണ്. ഇനി ഒരാൾ സംഗതി വശാൽ ഒഴിവാക്കി ഒരു കുഴപ്പമില്ല, ഒരു കറാത്തുമില്ല. വെറുതെ കാര്യമില്ലാതെ ഒഴിവാക്കണ്ടാന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ആ കറാത്തിന്റെ കൂട്ടത്ത് പറയുന്നതിൽ വലിയൊരു അപകടമുണ്ട് ഇപ്പത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് പറയണം അങ്ങനെ. കുരിയ കറാത്താക്കപ്പെടും മെത്താദിഹി. തഹജ്ജുദ് പതിവായി ആദത്തായി കൊണ്ടുവരുന്ന ഒരാൾക്ക് കറാത്താക്കപ്പെടും. എന്ത് തെർക്കുഹു, തഹജ്ജുദ് ഉപേക്ഷിക്കൽ കറാത്താക്കപ്പെടും. എങ്ങനെ? ബിലാ വറൂറത്തിൻ. അത് തന്നെ ശരിയല്ല. ബിലാ ഉസ്രി എന്നാ പറയണ്ടത്. വെറൂറത്തൊന്നും വേണമെന്നില്ല. ഉസ്റുണ്ടായാ ഒഴിവാക്കാം. ഉസ്റില്ലാതെ ഒഴിവാക്കൽ കറാത്താണ്. വെറൂറത്ത് എന്ന് പറഞ്ഞാല് ഉസ്റ് എന്ന് പറഞ്ഞാൽ ആ വിശാലാർത്ഥത്തിന് കിട്ടൂല. മനസ്സിലായില്ലേ? എന്താ അങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല, മനസ്സിലായില്ല. ബിലാ വറൂറത്ത് ശേഖാരെന്താ പറയണത്? നമ്മളിപ്പോ എങ്ങനെ അർത്ഥം വെക്കുക? ബിലാ വറൂറത്തി എന്ന് പറഞ്ഞാൽ അവിടെ വെറൂറത്തിന് സാധാരണ പറയുന്ന അർത്ഥമല്ല ബിലാ ഉസ്രിന്ന്, കാരണം കൂടാതെ. വെറുതെ അകാരണമായിട്ട് ഒഴിവാക്കണ്ട. അന്നേരം ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല, അതുപോലെ ഒതുകൊടുക്കാനോ തൈമം ചെയ്യാനോ ഉള്ള വിഷമങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ അസൗകര്യങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ ഓണന്നാ നിസ്കരിക്കാതെ കണ്ട. അതേ സമയത്ത് ഒരു ദിവസം ഓണന്നില്ല, അറിഞ്ഞില്ല, പിന്നെന്ത് കറാത്ത അവിടെ? ഓനെ ഫർനിസ്കാരം കളാക്കാൻ വരെ എഴുതറാണ് ഉറക്കം. അതേ എഴുതറും തന്നെയല്ലേ പിന്നെ തഹജ്ജുദിനായിട്ട്. പിന്നെ അവിടെ ഒരു കറാത്ത എന്താ? അതില്ല. എഴുതറില്ലാതെ ഒഴിവാക്കൽ എന്നാ അത്രയും അർത്ഥമുള്ളൂ. എഴുതറില്ലാതെ ഒഴിവാക്കൽ കറാത്ത. അത് ഒഴിവാക്കും വേണ്ടല്ലോ. എല്ലാ സൗകര്യമുണ്ട്, നിസ്കരിക്കുന്നതിന് ഒരു തടസ്സമില്ല, ഉണർന്നും ചെയ്തിന് ഒന്നു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ അത് ഒഴിവാക്കണ്ട. ഇനി വേത്താക്കതു മുഅക്കദായ സുന്നത്താവും അല്ലാഹില്ല ബിസ്വലാത്തിൻ, ഏതെങ്കിലും ഒരു നിസ്കാരത്തെ തൊട്ട് ഒഴിവാക്കാതിരിക്കുക. എന്തെങ്കിലും കുറച്ചെങ്കിലും. ഫില്ലൈലി, രാത്രിയിൽ ബാദന്നൗമി, ഉറങ്ങിയതിന് ശേഷം. ഉറങ്ങി എഴുന്നേറ്റിട്ട് കുറച്ചെങ്കിലും നിസ്കരിക്കാം വേണം. അത് ഒഴിവാക്കാതിരിക്കുക വേണ്ടത്. തീരെ നിസ്കരിക്കാതിരിക്കുക എന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് എത്രത്തോളം വരെ റക്അത്തൈനി കേട്ടോ, വെറും 2 റക്അത്തെ നിസ്കരിക്കുന്നുള്ളൂ. ഫജ്ർ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു കാമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് മൂത്രമൊഴിച്ച് ഒതുകൊടുത്ത് പല്ല് വെച്ച് ഒതുകൊടുത്ത് വന്ന് ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് ബാക്കിയുണ്ട്. ആ സമയത്ത് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ചു. അതും തഹജ്ജുദ് തന്നെയാണ്. അപ്പൊ ചുരുങ്ങിയത് രാത്രി ഇശാ നിസ്കരിച്ചതിന് ശേഷം
ഫജ്ർ ആവുന്നതിന്റെ ഇടക്ക് എത്ര നിസ്കരിക്കാം, എന്നാ ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കൽ മുഅക്കദായ സുന്നത്താണ്. എന്തുകൊണ്ട്? ലിഅളമി ഫദ്ലി ദാലിക. അങ്ങനെ രാത്രി എഴുന്നേറ്റ് ചുരുങ്ങിയ 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം എന്ന് പറയാൻ കാരണം, രാത്രി എഴുന്നേറ്റ് കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ മഹത്വം അത്രമാത്രം മഹത്തരമാണ്. അപ്പൊ അതുകൊണ്ട് അത് മുഅക്കദായ സുന്നത്താണ്. എന്നാ എത്രയാണ് നിസ്കരിക്കേണ്ടത്? വല്ല കണക്കുണ്ടോ? ഒന്നുമില്ല. വലാ ഹദ്ദ, ഒരു അതിർത്തിയില്ല. ലി അദദി റക്അഅതിഹി, തഹജ്ജുദിന്റെ റക്അത്തുകളുടെ എണ്ണത്തിന് പരിധിയില്ല. ഇത്ര റക്അത്തെ നിസ്കരിക്കാവൂ എന്നോ ഇത്ര റക്അത്ത് നിസ്കരിക്കണം എന്നോ കൽപ്പനയില്ല. ഒരാൾക്ക് 100 റക്അത്ത് നിസ്കരിക്കാൻ കഴിയും, അൽഹംദുലില്ലാഹ്, ഖൈർ തന്നെ. ഒരാൾക്ക് 2 റക്അത്തെ നിസ്കരിക്കാൻ കഴിയുള്ളൂ, അൽഹംദുലില്ലാഹ്, ഖൈർ തന്നെ. ഇനി വേണ്ട, ഒരാൾ 1 റക്അത്താണ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്, മാഫി മുഷ്കില ഹല്ലി വല്ലി, കുഴപ്പമില്ല, അങ്ങനെ നിസ്കരിക്ക. കാരണം ഇത് മുത്തലഖ് സുന്നത്തല്ലേ. മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കുമ്പോ 1 റക്അത്ത് നിസ്കരിക്കാന്ന്. പണ്ട് ആരൂർ രാജി ഒരു ഇസ്കാരി ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു 1 റക്അത്ത് നിസ്കരിക്കാട്ടെ, മുത്തലഖ് സുന്നത്ത് ഇത്രയൊന്നുമില്ല. ഒരാൾക്ക് 100 റക്അത്ത് വേണമെങ്കിൽ അങ്ങനെ നിസ്കരിക്ക, ഒരാൾക്ക് 1 റക്അത്ത് വേണമെങ്കിൽ അങ്ങനെ നിസ്കരിക്ക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ 1 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും ഉസ്താദേ. അപ്പൊ 1 റക്അത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞപ്പം ആരൊക്കെയോ PM അടിച്ച് ചോദിക്കുന്നുണ്ട് എന്ന് ഒരു ആവലാതി പറഞ്ഞു. എന്നാ പിന്നെ ഞാനൊന്ന് നോക്കി പറഞ്ഞുതരാന്ന് പറഞ്ഞു. പിന്നെ നോക്കിയിട്ട് ആരും എന്നോടൊട്ട് ചോദിച്ചില്ല, ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞൂല്ല. കാരണം എന്താ, ഇവിടെ വരുന്നുണ്ട് അതിനെപ്പറ്റി. ഇവിടെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളായിട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇടയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ പറയാന്നുള്ള എനിക്ക്. ഇന്നാണെങ്കിൽ ആരൂരിനിട്ട് കാണാനും ഇല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ആരൂരിന് നാളെ പറഞ്ഞു കൊടുത്താൽ മതി. 1 റക്അത്തായാലും കുഴപ്പമൊന്നുമില്ല. കാരണം അത് മുത്തലഖ് സുന്നത്താ. മുത്തലഖ് സുന്നത്തിന്റെ ലൈൻ അതാണ്. മുത്തലഖ് സുന്നത്ത് ഒറ്റ റക്അത്താണെങ്കിലും യാതൊരു കുഴപ്പമില്ല, കറാഹത്തുമില്ല. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. ചിലത് കേട്ട് പൗതി കേൾക്കാതെ ചിലർക്ക് കൺഫ്യൂഷൻ വരുന്നതാ. റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ ഒരാള് മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത ഒരാൾ തക്ബീർ കെട്ടി, റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ. എന്നാൽ അവിടെ 1 റക്അത്ത് കൊണ്ട് ചുരുക്കാൻ പറ്റുമോ, അതല്ല 2 റക്അത്ത് വേണമോ എന്നൊരു ചർച്ചയുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത്, റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീർ കെട്ടിയാൽ 2 റക്അത്തിൽ കുറഞ്ഞത് സഹിയാവില്ല എന്ന്. നമ്മളെ മദ്ഹബല്ല, ഹനഫി മദ്ഹബ്. അപ്പോ റക്അത്തിന്റെ എണ്ണം കണക്കാക്കുകയാണെങ്കിൽ ഹനഫി മദ്ഹബിലും തർക്കമൊന്നുമില്ല. മുത്തലഖായിട്ട് ഞാൻ അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതി തക്ബീർ കെട്ടിയാൽ 2 റക്അത്ത് കുറക്കാൻ പറ്റൂല, മേപ്പെട്ട് എത്രയാക്കാം. ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും വേണമായി, കുറഞ്ഞാൽ സഹിയാവില്ല എന്നാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് തങ്ങളുടെ ഖൗല്, മദ്ഹബ്. നമ്മളെ മദ്ഹബിൽ 1 റക്അത്ത് ആക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് 2 റക്അത്തിൽ കുറഞ്ഞാൽ സഹിയാവില്ല എന്ന അഭിപ്രായം ഉള്ളത് കൊണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തെ മുറാഅത്ത് ചെയ്ത് പരിഗണിച്ചുകൊണ്ട് 1 റക്അത്തിന്മേൽ ചുരുക്കൽ കറാഹത്തുണ്ട്. എവിടെ? അപ്പൊ പണ്ടോന്നല്ല, എവിടെ കറാഹത്തുണ്ട്? റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ മുത്തലഖായിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തക്ബീർ കെട്ടിയാൽ 1 റക്അത്തായാലും പറ്റുമെങ്കിലും കറാഹത്ത് വരും. കാരണം ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബ് അനുസരിച്ച് 2 റക്അത്തിൽ കുറഞ്ഞത് സഹിയാവില്ല ഇത്ലാഖിന്റെ അവസരത്തിൽ. അത് ഖൗലിനെ മുറാഅത്ത് ചെയ്തുകൊണ്ട് നമ്മളെ മദ്ഹബിൽ കറാഹത്ത് വരും. പക്ഷേ ആദ്യം തന്നെ 1 റക്അത്ത് നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്ത് തക്ബീർ ഇട്ടാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അത് തഹജ്ജുദിനും അത് ബാധകമാണ്. കാരണം അതിന് പറയുന്നുണ്ട്, തഹജ്ജുദ് മുത്തലഖ് സുന്നത്താണ്. അതുകൊണ്ട് ഒരാൾ രാത്രി എഴുന്നേറ്റിട്ട് 1 റക്അത്ത് നിസ്കരിച്ച് കൂട്ടിക്കോളി, എന്നാലും സഹിയാവും. ഇനി ഒരാൾ 100 റക്അത്താണ് നിസ്കരിച്ചു, എന്നാലും സഹിയാവും. ഇത്ര റക്അത്തെ നിസ്കരിച്ചു കൂടൂ എന്നോ ഇത്ര റക്അത്ത് നിസ്കരിക്കണം എന്നോ എന്തിനില്ല. മുത്തലഖ് സുന്നത്തിന്റെ പട്ടികയിൽപ്പെട്ട തഹജ്ജുദിന്
നിബന്ധനയില്ല, ഷർത്തില്ല. മനസ്സിലായോ? ആലൂര് ഇപ്പൊ എത്തിന്ന്. ആലൂര് പക്ഷേ ആ കുറി തൊട്ടുകാണ്ട ഉള്ളത്. ഇവിടെ ഇപ്പോ തെക്കുമല ഉസ്താദ് അതുപോലെ തന്നെ ചെറൂപ്പ് ഉസ്താദ് ഇനി ഇതുവരെ അടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ തെക്കുമല ഉസ്താദും അടിച്ചിട്ടുണ്ട്. അപ്പൊ ആലൂര് അടിച്ചിട്ടില്ലെങ്കിലും സംഗതി നടക്കും. ആലൂരിന്റെ അടുത്ത് കിതാബ് ഉണ്ടാവും, നോക്കിക്കോളും. വക്കീല അപ്പൊ വലാദ്ദി റക്കാത്തി എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. റക്കായത്തിന്റെ എണ്ണത്തിന് കണക്കില്ല. ഒരു റക്കായത്തുക 1001 റക്കായത്തുക, ഒരു കുഴപ്പമില്ല. എന്നാൽ ഖീല ഒരു വൈഫായ വജുഹുണ്ട്. ഹദ്ദുഹ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പരിധി, റക്കായത്തുകളുടെ എണ്ണത്തിന്റെ പരിധി 12 റക്കായത്ത. അപ്പൊ ആ വജുഹ് അനുസരിച്ച് 12 റക്കായത്തിനേക്കാൾ കൂടുതൽ തഹജ്ജുദ് നിസ്കരിച്ചാൽ സഹിയാവൂല. തഹജ്ജുദ് എന്ന നിയ്യത്തോടു കൂടി 12 റക്കായത്തിനേക്കാൾ നിസ്കരിക്കാൻ പറ്റൂല എന്നൊരു തീര. പക്ഷെ അതിനൊന്നും ഒരു തലയും പാലും ഇല്ല. മനസ്സിലായില്ല? ആക്ക് വല്ല വഹാബികളെ പോലത്തെ കഥയില്ലാത്ത പറച്ചില. അതുകൊണ്ടാണ് അത് കീലായിട്ട് പോയതും. അത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. കാരണം മുത്തലഖ് സുന്നത്താണ് എന്ന് വന്നാൽ പിന്നെ മുത്തലഖ് സുന്നത്തിന് ഇത്ര റക്കായത്ത് വേണം എന്ന് എവിടെയും ഇല്ല. പിന്നെ മുത്തലഖ് സുന്നത്ത് അല്ല, അതൊരു പ്രത്യേക വഖത്ത് നിശ്ചയിക്കപ്പെട്ട ഒരു മുഅയ്യനായ നിസ്കാരമാണ് എന്ന് വാദിച്ചു കൊണ്ടുവരണം. എന്നാ പിന്നെ 12 വല്ല ന്യായം ഉണ്ടോ എന്ന് നോക്കാം. ഇനി വായുക്കസറ ഫീഹി, ഈ തഹജ്ജുദിൽ വർദ്ധിപ്പിക്കലും സുന്നത്തുണ്ട്. എന്ത് ഫീഹി അറിഞ്ഞപ്പോ തഹജ്ജുദിലല്ലോ, രാത്രിന്ന് തഹജ്ജുദിലേക്ക് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. രാത്രി എന്ന് വെക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ തഹജ്ജുദിന് എന്ന് വെക്കുന്നതിനും കുഴപ്പമില്ല. ഫീഹി എന്ന് പറഞ്ഞാൽ മീർ തഹജ്ജുദിലേക്ക് മടങ്ങും. മിന ദുആഇ വൽ ഇസ്തിഗ്ഫാർ, ദുആഉം ഇസ്തിഗ്ഫാറും. ഇസ്തിഗ്ഫാറും ദുആ തന്നെയാണ്. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ ആമാണ്, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അതിലൊരു ഖാസാണ്. ദുആ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ചോദിക്കുന്നതിനെ പറ്റി ദുആ എന്ന് പറയും. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പോർക്കലിനെ ചോദിക്കുന്നത് ദുആയിൽപ്പെട്ട ഒരു ഖാസ് ഇനാണ്. അപ്പൊ മൊത്തം ദുആവും സുന്നത്തുണ്ട്, പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറും സുന്നത്തുണ്ട്. കാരണം എന്താ, ഖുർആൻ അങ്ങനെ പ്രത്യേകം ഇസ്തിഗ്ഫാറിനെ എടുത്തു പറഞ്ഞ് പ്രശംസിച്ചിട്ടുണ്ട്. പൊതുവിൽ തന്നെ ദുആക്ക് പ്രധാനപ്പെട്ട സമയമാണ്. അതിന്റെ പുറമെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ പ്രത്യേകം ഖുർആൻ പ്രോത്സാഹിപ്പിച്ചതുമാണ്. രാത്രി തഹജ്ജുദിന് എപ്പോ ആവാമെങ്കിലും വനിസ്ഫുൽ അഖീറു, രാത്രിയുടെ അവസാനത്തെ പൗതിയാണ്. ആക്കതു എന്നല്ല, രാത്രിയെ 2ആയി പൗത്താൽ. ആദ്യത്തെ പൗതിയിലും ആവാമെങ്കിലും അവസാനത്തെ പൗതിയാണ് നല്ലത്. ഇനി 3ആക്കി കൊടുക്കുകയാണെങ്കിലോ, രാത്രി 3ആയിട്ട് വിഭജിക്കുകയാണെങ്കിൽ 2ാമത്തെ ഭാഗത്താണ് ഏറ്റവും നല്ലത്. ഇനി 6ആയിട്ട് പൗക്കുകയാണെങ്കിലോ 4ാമത്തെയും 5ാമത്തെയും ഭാഗത്താണ് നല്ലത്. ലാസ്റ്റ് 6ാമത്തെ ഭാഗം നിസ്കാരം കഴിഞ്ഞു എന്ന് വിശ്രമിക്കലാണ് കൂടുതൽ അഫ്ദൽ. പക്ഷേ സംഗതി വഖത്ത് ഏതാണ്? ഇശാ നിസ്കരിച്ച രാത്രി ഉറങ്ങിയതിന് ശേഷം, ഇശാ നിസ്കാരത്തിന് ശേഷം ഫജ്റാകുന്നതിന് മുമ്പ് എപ്പം നിസ്കരിച്ചാലും തഹജ്ജുദ് തന്നെയാണ്. ഫജ്ർ വരെയാണ് അതിന്റെ വഖത്ത്. വഅഫ്ദലുഹു, എന്നാൽ രാത്രിയുടെ സമയത്തിൽ നിന്നിട്ട് ഏറ്റവും അഫ്ദൽ ഒടുവിലെ പൗതിയാണെങ്കിൽ അതിലേറ്റവും അഫ്ദൽ എന്താ സഹരി, അത്താഴ സമയത്താണ്. അത്താഴ സമയം എന്ന് പറഞ്ഞാൽ ഫജ്ർ വരെ ഉണ്ടെങ്കിലും അത്താഴ വിരാമം എന്ന് പറഞ്ഞിട്ട് 20 മിനിറ്റ് ഉണ്ട്. അപ്പൊ ഫജ്റാകുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഏറ്റവും അഫ്ദൽ. ഫജ്ർ വരെ നിസ്കരിക്കാം, പക്ഷെ ഒരു 20 മിനിറ്റ് മുമ്പ് അവസാനിപ്പിക്കാൻ പറ്റുന്ന നിരക്ക് നേരത്തെ തുടങ്ങലാണ് കൂടുതൽ നല്ലത്. എന്തുകൊണ്ടാ? ആ അത്താഴ സമയത്താണ് ഇസ്തിഗ്ഫാർ ദുആവിനും നിസ്കാരത്തിനും ഒക്കെ കൂടുതൽ നല്ലത് എന്ന് പറയാൻ കാരണം അല്ലാഹു തആല പറഞ്ഞു, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞ കൂട്ടത്തിൽ അവരെ പ്രത്യേകം എടുത്തു പറയുന്നു. അത്താഴ സമയങ്ങളിൽ അവർ പ്രത്യേകമായി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നല്ല സുഖനിദ്രയിലാണ്ട് കിടക്കുന്ന സുഷുപ്തിയുടെ സമയമാണ് ഈ അത്താഴ സമയം. ആ സമയത്ത്
അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ട് ദുആ ചെയ്തും നിസ്കരിച്ചും കൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ദിക്ർ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരിൽപ്പെട്ടവനും ആവുന്നു എന്ന്. അതുപോലെ തന്നെ സുന്നത്താണ്, മുഅക്കദായ സുന്നത്താവൻ യൂഖിള, ഉണർത്തലും സുന്നത്താണ്. മൻ, ഒരാളെ, എങ്ങനത്തെ ആളാണ്, യത്മാവ് ഇവൻ പ്രതീക്ഷിക്കുന്നു, ഫീ തഹജ്ജുദിഹി, താൻ വിളിച്ചുണർത്തിയാൽ അവൻ തഹജ്ജുദ് നിസ്കരിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. അത് ഭാര്യയായാലും വേണ്ടിയില്ല, മക്കളായാലും വേണ്ടിയില്ല, ചങ്ങാതിമാരായാലും വേണ്ടിയില്ല, ആരായാലും വേണ്ടിയില്ല. ഞാനിപ്പോൾ ആ വ്യക്തിയെ വിളിച്ചുണർത്തിയാൽ അദ്ദേഹം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അത്തരം ആളുകളെ വിളിച്ചുണർത്തലും എന്താണ്, സുന്നത്താണ്. കാരണം അത് ഖൈറിനുള്ള സബബാകുകയാണ്. ആ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് അല്പസമയം തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എത്ര ഖൈറായി. ആ ഖൈർ കിട്ടാൻ നമ്മളൊരു സബബാകുകയാണല്ലോ. അപ്പൊ ഓൻ ഹസനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെടും. അപ്പൊ ദീനി ദഅവത്തിന്റെ ഭാഗമാണ് താൻ വിളിച്ചാൽ ഉണർന്നെഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തികളെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തുക എന്നത്. അതവിടെ കഴിഞ്ഞിട്ടോ. ഇനി വേറെ വിഷയം പറയാം. വയുന്തബു, സുന്നത്താക്കപ്പെടും, ഖളാഉ നഫ്ലിൻ മുഅഖ്ഖത്തിൻ, വഖ്ത് നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ ഖളാ വീട്ടൽ സുന്നത്താക്കപ്പെടും. അതായത് ഫാത്ത്, അത് ഖളായി പോയാൽ അതിനെ ഖളാ വീട്ടൽ സുന്നത്താക്കപ്പെടും. ആ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് തഹജ്ജുദ് കേട്ടോ. വഖ്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരങ്ങളിൽ പെട്ടതാണ് തഹജ്ജുദ്. മുത്ലഖ് സുന്നത്താണെങ്കിൽ പോലും അതിന് വഖ്തുണ്ട്. പിന്നെന്താ മുത്ലഖ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര റക്അത്തെങ്കിലും നിസ്കരിക്കണം എന്ന പരിധി ഇല്ലാത്തത് കൊണ്ടാണ് അതിന് മുത്ലഖ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിന് വഖ്തുണ്ട്. ഇശാ നിസ്കരിച്ചതിന് ശേഷമായിരിക്കണം, രാത്രി ഉറങ്ങി എഴുന്നേറ്റത് മുതൽക്ക് ഫജ്റാണതിന്റെ ഇടക്കായിരിക്കണം എന്ന് കൃത്യമായ ടൈം വഖ്തുണ്ട്, മുഅയ്യനായ വഖ്താണ്. അപ്പൊ തഹജ്ജുദ് പതിവായി ഒരാൾ നിസ്കരിക്കുന്നവനാണ്. ഒരു ദിവസം എന്തോ സംഗതിവശാലും ഉണർന്നില്ല, അവൻ എഴുന്നേറ്റ് പോക്ക് ഫജ്റായി പോയി, എന്നാൽ അത് ഖളാ വീട്ടൽ സുന്നത്ത് തന്നെയാണ്. അതുപോലെ വഖ്തുള്ള ഏതും റവാത്തിബ് സുന്നത്തുകൾ, ദുഹാ നിസ്കാരം, വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം തുടങ്ങിയതൊക്കെ ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. അതുപോലെ ആ പറയാം കല്ലീദി, പെരുന്നാൾ നിസ്കാരം പോലെ പെരുന്നാൾ നിസ്കാരം വഖ്ത് നിശ്ചയിക്കപ്പെട്ടതാണല്ലോ. അതുപോലെ തന്നെ റവാത്തിബി, റവാത്തിബ് നിസ്കാരം, ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും പിമ്പും നിർവഹിക്കപ്പെടുന്നത്, അതിനൊക്കെ വഖ്തുണ്ട്. ദുഹാ നിസ്കാരം, വിത്ർ നിസ്കാരം, തറാവീഹ് നിസ്കാരം, അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം, ഇങ്ങനെ വഖ്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരങ്ങളൊക്കെ ഖളാ ആയാൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. പതിവുള്ളവർക്ക് എന്നും വിത്ർ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം വിത്ർ നഷ്ടപ്പെട്ടു പോയി, ഉറങ്ങി, അല്ലെങ്കിൽ മറ്റെന്തോ കാരണത്താൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, എന്നാ ഖളാ വീട്ടുക. എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാൾ ഒരു ദിവസം ഉണർന്നില്ല, ഉറങ്ങിപ്പോയി, അയാള് പിന്നെ ഖളാ വീട്ടുക. എന്നും ദുഹാ നിസ്കരിക്കുന്ന ആളാണ്, ഒരു ദിവസം ഖളായിപ്പോയി, എന്നാ ഖളാ വീട്ടുക. ഇങ്ങനെ. എന്നാൽ ലാ ദി സബബിൻ, കാരണമുള്ള നിസ്കാരങ്ങൾ, മൂന്ന് ജാതിയാണല്ലോ നിസ്കാരം. ഒന്ന് വഖ്തുള്ളത്, രണ്ട് സബബുള്ളത്, മൂന്നാമത്തേത് വഖ്തോ പ്രത്യേക സബബോ ഇല്ലാത്തത്. ഇങ്ങനെ. അപ്പൊ അതിന് വഖ്തുള്ളത് ഖളാ വീട്ടണം, സബബുള്ളത് ഖളാ വീട്ടണ്ട. സബബുള്ളത് എന്ന് പറഞ്ഞ ഇതുപോലെ കുസൂഫിൻ, ഗ്രഹണ നിസ്കാരം. ആ ഗ്രഹണം ഉണ്ടാവുമ്പോൾ തുടങ്ങുക, കഴിഞ്ഞും ചെയ്തല്ലോ, പിന്നെ ഖളാ വീട്ടാൻ പറ്റൂല. വ തഹിയ്യത്തിൻ, പള്ളിയിലെ തഹിയ്യത്ത് പള്ളി കയറിയായി ഇരിക്കുന്നതിന് മുമ്പാണല്ലോ, മനഃപൂർവ്വം ഒരാൾ ഇരുന്നു പോയി, ഖളായി. എന്നാ പിന്നെ ഞാൻ എഴുന്നേറ്റ് സംസ്കരിക്കുക, ഖളാ വീട്ടലുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ സുന്നത്തി വുദൂഇൻ, വുദൂഇന്റെ സുന്നത്ത്, വുദൂ എടുത്ത് കുറേ സമയം കഴിഞ്ഞു, അതിനെ തൊട്ട് ഏറാവ് ചെയ്തു, അപ്പൊ അത് ഖളായി. എന്നാ പിന്നെ ഇനി രണ്ടാമത് നിസ്കരിച്ചാന്ന് വെച്ചാൽ അത് ഖളാ വീട്ടലില്ല. അപ്പോ കാരണം രണ്ടേ അതിണ്ട്, മുൻകടന്ന കാരണമുള്ളതുകൊണ്ട്
പിന്ത്യ കാരണമുണ്ട്. രണ്ടായാലും കളായത് പിന്നെ അതിനൊന്നും കളാ വിട്ടല്ലേ. ഉദാഹരണം ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കാരം, അതുപോലെ തന്നെ അത് പിന്ത്യ കാരണമുള്ളതാണ്. തഹയ്യത്ത് നിസ്കാരം അത് മുന്തിയ കാരണമുള്ളതാണ്. അതുപോലെ തന്നെ ഈ തവാഫിന് ശേഷമുള്ള റക്അത്ത് അത് മുന്തിയ കാരണമുള്ളതാണ്. ഏതും ഖളായ പിന്നെ ഖളാ വിട്ടാൻ പറ്റൂല. സബബുള്ള നിസ്കാരങ്ങളൊന്നും ഖളാ ആയാൽ പിന്നെ ഖളാ വീട്ടുക എന്ന സംഭവം ഇല്ല. എന്നാൽ വഖ്തുള്ളതാണെങ്കിലോ അതിനെ ഖളാ വീട്ടാം. അതുകൊണ്ടാണ് നമ്മൾ ഏത് പറഞ്ഞത് തഹജ്ജുദും ഖളാ വീട്ടാം എന്ന്. കാരണം എന്താ, തഹജ്ജുദിന് വഖ്തുണ്ട്, മുഅയ്യനായ വഖ്തുണ്ട്. അപ്പൊ അത് ഖളാ ആയാൽ ഖളാ വീട്ടാം. ഇനി മാത്രല്ല, വമൻ ഒരാള് ഫാത്തഹു അയാൾക്ക് നഷ്ടപ്പെട്ടു, വിർദുഹു അയാളെ പതിവായ സുന്നത്തായ ഏതോ ഒരമല്, ഐ മിനൻ നഫിലിൽ മുത്തഖീൻ. മറ്റേന് വിർദ് എന്നല്ലല്ലോ പറയാ. പ്രധാന ദുഹ ആണെങ്കിൽ ആ ദുഹ, വിത്ർ, റവാത്തിബ് സുന്നത്ത്, പെരുന്നാൾ നിസ്കാരം തുടങ്ങിയത് ഖളായാൽ അത് വഖ്തുള്ളതാണ്, ഖളാ വീട്ടണം. ഇനി അല്ലാതെ വഖ്തില്ലാത്ത തന്നെ പതിവായി ചെയ്തു വരുന്ന ചില മുത്തലഖ് സുന്നത്തുകളുണ്ട്, ആദത്തുള്ള, അത് നഷ്ടപ്പെട്ടാൽ അതും ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. ഐ മിനൻ നഫ്ലിൽ മുത്തലഖാണോ, മുത്തലഖ് നിസ്കാരാണ്, സുന്നത്ത് നിസ്കാരാണ്. അതിന് പ്രത്യേകം വഖ്തുള്ളതൊന്നുമല്ല, പ്രത്യേകം അതൊന്നുമില്ല. പക്ഷെ ഇയാൾ എന്നും രാത്രി, ഇപ്പൊ ഉദാഹരണം പറയാ, എന്നും ഇയാള് മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ഒരു 6 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. എങ്ങനെ നിസ്കരിക്കുക? അത് സ്വലാത്തുൽ അവാബി എന്നുള്ള ആൾക്ക് നിസ്കരിക്കുന്നു നോട്ടിക്കോളി. അതല്ലെങ്കിൽ വെറുതെ മുത്തലഖ് സുന്നത്ത് എന്നുള്ള ആൾക്ക് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാർ നിസ്കാരം എന്നുള്ള ആൾക്ക് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഈനാസുൽ ഖബർ നിസ്കാരം എന്നുള്ള നിസ്കരിക്കുന്നു. ഏതായാലും എന്നും പതിവുള്ളതാ. ഒരു ദിവസം നഷ്ടപ്പെട്ടു, എന്നാ ഖളാ വിട്ടുക. അങ്ങനെ പതിവായി ചെയ്തു വരുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ മുത്തലഖ് സുന്നത്താണെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. അത് വിർദ് എന്നുള്ള ആൾക്കാണ്. എന്ന് മാത്രല്ല, വക്കദാ ഗൈറു സ്വലാത്തി, ഇത് നിസ്കാരത്തിന് മാത്രമല്ല, വിർദുകൾ, ആദത്തുള്ള വിർദ് നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. ഒന്നാൽ ഇതുപോലെ ഉദാഹരണം, എന്നും രാവിലെ സുബ്ഹിന്റെ ശേഷം വിർദുൽ ലത്തീഫ് ഓതാറുണ്ടോ? അല്ലാതെ. അതുപോലെ തന്നെ വിർദുൽ നബവിയും ഓതും. അസർ നിസ്കരിച്ചതിന്റെ ശേഷവും വിർദുൽ ലത്തീഫും വിർദുൽ നബവിയും ഓതുന്നതാണ് ആളാണെന്ന് ചോദിച്ചു. കാരണം അപ്പൊ നിസ്കാരമൊന്നും അല്ലല്ലോ, ഹദീസിൽ വന്ന ദിക്റുകളുടെ മജ്മുആണ്. എന്നാൽ ഒരു ദിവസം എന്തോ സംഗതി വശാൽ ക്ഷീണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യം കൊണ്ടോ രാവിലെ ചെല്ലാൻ കഴിഞ്ഞില്ല, എന്നാ പിന്നെ അത് ഖളാ വിട്ടുക. അല്ലെങ്കിൽ ഒരു ദിവസം അസറിന് ശേഷം സാധാരണ പതിവായി ചെല്ലുന്ന ഒരു നാരിയത്ത് സലാത്ത് ചെല്ലുന്ന ആളാണ് നോട്ടിക്കോളൂ. എന്നും രാവിലെ സുബഹിസ്കരിച്ചിട്ട് 44 നാരിയത്ത് സലാത്ത് ചെല്ലുന്ന ആളാണ്. ഒരു ദിവസം എന്തോ സംഗതി വശാൽ ചെല്ലാൻ കഴിഞ്ഞില്ല, എന്നാൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. അങ്ങനെ ദിക്ർ, ഖുർആനോത്ത്, സ്വലാത്ത്, ദുആ പോലെയുള്ള പതിവായി ചെയ്യുന്ന വിർദുകൾ സംഗതി വശാൽ ഖളായി പോയാൽ അതും ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. എന്താ? അല്ലാതിരുന്നാൽ ഈ മനുഷ്യന്റെ തടി എന്ന് പറഞ്ഞാൽ വന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമു. മഹാനായ ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ പോലെ വന്നഫ്സു കത്തിഫിലി, ചെറിയ കുഞ്ഞു മക്കളെ പോലെയാണ് മനുഷ്യന്റെ ശരീരം. ഇൻ തുഹ്മിൽഹു, അതിനെ ശ്രദ്ധിക്കാതെ അവഗണിച്ചു വിട്ടാൽ ശബ്ബ അലാ ഹബ്ബിർ റളാഇ, അതിനിങ്ങനെ മുല ഓടിക്കണ ആ പൂതിയിലായിട്ട് അങ്ങനെ ഉണ്ടായി വരും. 5 വയസ്സ് കഴിഞ്ഞാലും അതിന് ഉമ്മാന്റെ അമ്മിഞ്ഞ പാല് കിട്ടേണ്ടി വരും. അതേസമയത്ത് വൈൻ തഫ്തിംഹു യൻഫതിമി, മുലകൂടിയാണ് നിർബന്ധിച്ചാണ് നിർത്തിയ ആണ് നിന്നോളും. എന്നതുപോലെ ഒരു ദിവസം വിട്ടുപോയി, അത് ഖളാ വീട്ടിയില്ല, എന്നാ പിറ്റേന്ന് അതിന്റെ മുമ്പ് വിടും. പിറ്റേന്ന് അത് കല്ലിയല്ലേ, പിന്നെ അതാണ് പോവും. അതേ സമയത്ത് എന്നും കണിശമായി ചൊല്ലും, ഒരു ദിവസം എന്തോ സംഗതി വശാൽ വിട്ടുപോയി, അത് പിന്നെ ഖളാ വീട്ടി. അപ്പൊ പിന്നെ ഈ മനുഷ്യൻ എന്ത് കരുതുക, തടി ഇതിപ്പോ ഇപ്പാണ് ചെയ്ത് കിട്ടിയതാണ്, കഴിഞ്ഞിട്ടും ഇപ്പൊ ചെയ്യാൻ ഞാൻ ഈ കാക്കന്നെ വിടൂല, കുറച്ചേരം കഴിഞ്ഞാൽ കെട്ടിട്ട് കാണ്ട് എന്നെ കൊണ്ട് അത് ചെല്ലിക്കും, എന്നാ പിന്നെ അതിനിക്കണ്ട, ഇപ്പൊ തന്നെയാണ് ചെല്ലിക്കാളുക കേട്ടോ. ഈ വിർദുകൾ ഇടക്ക് നഷ്ടപ്പെട്ടതിനെ ഖളാ വീട്ടുമെന്ന് കണ്ടാൽ കൃത്യസമയത്ത് തന്നെ അത് നിർവഹിക്കാൻ ശരീരത്തിന് അത് പ്രചോദനമാകും. അതുകൊണ്ട് നിസ്കാരമല്ലാത്ത വിർദുകളാണെങ്കിൽ പോലും ആ വിർദ് നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ സുന്നത്താണ് എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ യുക്തി അതാണ്.
ആട്ടെ അത് കഴിഞ്ഞു. വലാഹസ്ര കൃത്യമായ ഒരു കണക്കില്ല ലിന്നഫ്ലിൽ മുത്തലഖി മുത്തലഖ് സുന്നത്ത് നിസ്കാരത്തിന് ഇത്ര റക്അത്തേ നിസ്കരിച്ചു കൂടൂ എന്ന് മുത്തലഖ് സുന്നത്തിനില്ല. നേരത്തെ പറഞ്ഞു നമ്മൾ ആ കൂട്ടത്തിലാണ് തഹജ്ജുദും ഉള്ളത്. അപ്പൊ ആലൂരഞ്ഞ് കേട്ടോളി, നാളെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഞാൻ മനഃപൂർവ്വം പറയാതെന്നതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാനെന്നാ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് ആരോ ഒക്കെ ഇങ്ങനെ ടെസ്റ്റ് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പം നേരിട്ട് ചോദിക്കാൻ മടിയുള്ള ചില മൂല്യമാരായിരിക്കാം. അതല്ലെങ്കിൽ വല്ല പെണ്ണുങ്ങളാരെങ്കിലും നേരിട്ട് ചോദിക്കാൻ അവർക്ക് പറ്റൂലല്ലോ, അങ്ങനെ ആയിരിക്കും നിങ്ങളോട് ചോദിച്ചത്. ഇനി അതല്ലെങ്കിൽ ഇനി ഒത്തുക്കറയാണ്ടെന്നുള്ളവർക്ക് ചിലപ്പോ ആലൂര് എന്നെ ചോദിച്ചതും ആവാം. അങ്ങനെ ഉണ്ടല്ലോ, എന്റെ കീശീനിക്കൊക്കെ ഉണ്ട്. ഈ കെണിയാണ് ചോദ്യം എന്ന് കണ്ടാൽ ആദ്യം തന്നെ ഒരു മുഖദ്ദിമ വെക്കും. സാറേ ഇത് എന്റെ ചോദ്യമല്ലട്ടോ, ഇത് ഇവിടെ PM വന്ന ചോദ്യാണ്, അത് ഞാൻ വായിക്കാണ്, നിങ്ങൾ ഈറ പിടിച്ചണ്ട എന്നൊക്കെ ഒരു മുഖദ്ദിമ പറഞ്ഞിട്ട് പറയും. അപ്പൊ ചെറിയ കീച്ചിന്റെ നീക്കാറ് സംഗതി ചോദ്യേ കീച്ചിന്റെ നീക്കാറ്. കാരണം കുറച്ചൊരു കെണിയിലുണ്ട്. അപ്പൊ ഇനി ചീത്ത കേൾക്കണ്ടെന്നുള്ളവർക്ക് ഒരു മുഖദ്ദിമ എന്നേക്ക് ആലൂരിഞ്ഞിപ്പോ ഒത്തുക്കറ കണ്ടെന്നുള്ള നിലക്ക് ചിലപ്പമാണെങ്കിൽ ആലൂരിന്റെ നിസ്കാരം തന്നെ ആവാനും സാധ്യത ഇല്ലായില്ല. ഏതായാലും ആട്ടെ. അപ്പൊ എന്തേ പറഞ്ഞേ, വലഹു ഈ മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് ജായിസാണ് അയ്യഖ്തസിറ അലാ റക്അത്തിൻ ഒറ്റ റക്അത്ത് മേൽ ചുരുക്കാം. കണ്ടോ, അതിന് വേറെ ഹാഷ്യൊന്ന് നോക്കിപ്പോണ്ട, ഫത്വൽ മീനിന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അയ്യഖ്തസിറ അലാ റക്അത്തിൻ ഒറ്റ റക്അത്ത് മേൽ ചുരുക്കാം. ബി തശഹുദിൻ അത്തഹിയ്യാത്ത് ഓതിയിട്ട് മഅ സലാമിൻ സലാം വിട്ട എങ്ങനെ ബിലാ കറാഹത്തിൻ. കണ്ടോ, കറാഹത്ത് പോലും ഇല്ല. ഒറ്റ റക്അത്ത് ഒരാൾ നിസ്കരിക്കുന്നത് ഓക്കെ, കുഴപ്പമില്ല. അത് തഹജ്ജുദ് നിസ്കരിക്കണം ഓർത്താ തന്നെ, കാരണം തഹജ്ജുദും മുത്തലഖ് സുന്നത്താണ്. അപ്പൊ ഒരു റക്അത്ത് പിന്നെന്താ, നേരത്തെ ഞാൻ പറഞ്ഞു, അരൂര് കേട്ടിട്ടോന്ന് അറിഞ്ഞില്ല. അതായത് ഇത് റക്അത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുന്നതിന് കറാഹത്തില്ല, അങ്ങനെ നിസ്കരിക്കാം എന്നാ പറഞ്ഞത്. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞു, ആലൂരിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. എന്നാൽ റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം അയാൾ നിയ്യത്ത് ചെയ്തു. അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് മാത്രം നിയ്യത്ത് ചെയ്തു, റക്അത്തിന്റെ എണ്ണത്തിലേക്ക് തയ്യാറൊന്നും ചെയ്തില്ല. അങ്ങനെ വന്നാൽ 2 റക്അത്തെങ്കിലും നിസ്കരിക്കലാണ് സുന്നത്ത്. ഒരു റക്അത്ത് നിസ്കരിച്ചാലും സഹീ ആകുമെങ്കിലും കറാഹത്ത് വരും. അത് തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലായോ? ആദ്യം തന്നെ ഒരു റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കുന്നതിന് കറാഹത്തൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് റക്അത്തിന്റെ എണ്ണം കണക്കാക്കാതെ തക്ബീർ കെട്ടുകയും പിന്നീട് കാരണം ഉദറില്ലാതെ ഒരു റക്അത്തിന്റെ മേൽ ചുരുക്കുകയും ചെയ്യൽ കറാഹത്താണ്. അതിന്റെ കാരണം ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, റക്അത്തിന്റെ അദദിലേക്ക് വളവാക്കാതെ മുത്തലഖായിട്ട് ഒരാൾ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ 2 റക്അത്തിൽ കുറക്കാൻ പാടില്ല, സഹീഹ് ആവൂല. അപ്പൊ ആ ഇമാമിന്റെ ഖൗലിനെ മുറാഅത്ത് ചെയ്തുകൊണ്ട് റക്അത്തിന്റെ എണ്ണം വെളിവാക്കാതെ മുത്തലഖായിട്ട് തക്ബീർ കെട്ടിയാൽ ഒരു റക്അത്തിന്റെ മേൽ ഉദ്റില്ലാതെ ചുരുക്കൽ കറാഹത്താണ്. ഉദ്റുണ്ടെങ്കിൽ അവിടെയും കറാഹത്തില്ല. അപ്പൊ ആദ്യം തന്നെ റക്അത്തിന്റെ എണ്ണം ഒരു റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്തോടു കൂടിയാണെങ്കിലോ കറാഹത്ത് തന്നെ ഇല്ലാണ് വേണ്ട. അപ്പൊ അതോടോ മനസ്സിലായോർത്ത് എന്തോ പറ്റിയ ചെറിയൊരു തകരാറാ. അതാ ബിലാ കറാഹത്ത് എന്ന് പ്രത്യേകം പറഞ്ഞു, കറാഹത്ത് പോലുമില്ല. പക്ഷെ എന്ത് വേണം, തുടക്കത്തിൽ ഞാൻ ഒരു റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം, അവിടെ കറാഹത്തില്ലാന്ന്. അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ അവിടെ ഉദ്റില്ലാതെ ഒരു റക്അത്തിന്റെ മേൽ ചുരുക്കൽ കറാഹത്താണ്. അത് കാരണം ഹനഫി മദ്ഹബിൽ നിസ്കാരം തന്നെ സഹിയല്ല. ആ ഖൗലിന് മുറാഅത്ത് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഉദ്റില്ലാതെ ഒരു റക്അത്തിന്റെ മേൽ ചുരുക്കൽ കറാഹത്താന്ന് പറയും. അത് ഈ എണ്ണം കരുതാത്തോർത്ത്, എണ്ണം കരുതിയോർത്ത് ഒരു കുഴപ്പമില്ല. ഇനി ഒരാൾ നിയ്യത്ത് ചെയ്തു റക്അത്തിന് ഒരു റക്അത്തിന്റെ മേലെ എത്രയും 100 ആയാലും വേണ്ടില്ല, 99 ആയാലും വേണ്ടില്ല. ഫലഹു അങ്ങനെ നിസ്കരിക്കുന്നവന് ജായിസാണ് തശഹുദു. ഇവിടെ മുത്തലഖ് സുന്നത്തിന്റെ അവിടെ അത്തഹിയ്യാത്തു ഫീ കുല്ലി റക്അത്തൈനി, എല്ലാ ഈ 2 റക്അത്തിനും ഓതാം. വഫീ സലാസിന് 3 വേണമെങ്കിൽ അങ്ങനെ ഓതാം. വാർബൈൻ 4 വേണമെങ്കിൽ അങ്ങനെ ഓതാം. ഫാൽഫറായിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഓതാം. ഉദാഹരണം, ഒരാൾ 20 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്ത് നോട്ടിക്കാലൂല്ലേ, ഒറ്റ തക്ബീറില അങ്ങനെ 5 റക്അത്ത് നിസ്കരിച്ചിട്ട് അത്തഹിയ്യാത്ത് ഓതി,
സലാം വീട്ടിയിട്ടില്ല. പിന്നെ 5 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു അത്തഹിയ്യാത്തോതി സലാം വീട്ടിയില്ല. പിന്നെ 5 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു അത്തഹിയ്യാത്തോതി സലാം വീട്ടിയില്ല. പിന്നത്തെ 5 നിസ്കരിച്ചിട്ട് 20 പൂർത്തിയാക്കിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മാഫി മുസ്കില ഹല്ലി വല്ലി. അങ്ങനെ ചെയ്യാം. ഇനി അങ്ങനെയല്ല, 3 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു അത്തഹിയ്യാത്ത്, പിന്നത്തെ 3 ഒരു അത്തഹിയ്യാത്ത്, പിന്നത്തെ 3 ഒരു അത്തഹിയ്യാത്ത്, പിന്നത്തെ 3 ഒരു അത്തഹിയ്യാത്ത്, അങ്ങനെ 12 റക്അത്താണ് നിസ്കരിച്ചിട്ട് അസ്സലാമു അലൈക്കും തന്നെ മാഫി മുസ്കില ഹല്ലി വല്ലി. അങ്ങനെ ആയിക്കോട്ടെ. ഇനി 4 റക്അത്തിന് അതിനും കരുക്കടില്ല. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എന്ത് പറ്റൂല? എല്ലാ റക്അത്തിലും അത്തഹിയ്യാത്ത് അത് പറ്റൂല. അത് മാത്രം പറ്റൂല. അതാ പാലൂരെ പറ്റാത്ത. 10 റക്അത്ത് നിസ്കരിച്ച 1 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ള അത്തഹിയ്യാത്ത്, 2 റക്അത്തിനുള്ള അത്തഹിയ്യാത്ത്, 3 അത്തഹിയ്യാത്ത്, 4 അത്തഹിയ്യാത്ത്, 5 അത്തഹിയ്യാത്ത്, അത് പറ്റൂല. അത് മാത്രമേ ഇപ്പൊ പറ്റാത്തുള്ളൂ. ഈ 2 റക്അത്തിൽ അത്തഹിയ്യാത്ത് ഓതാ, 3 ഓതാ, 4 ഓതാ, 5 ഓതാ, അങ്ങനെയൊക്കെ ഓതാ. എല്ലാ റക്അത്തിലും ഓതാ. അത് പറ്റൂല. അങ്ങനെ കോലം ചേർക്കാരത്തിൽ നടത്തും. ഇനി പറയാം, ഔനവ അല്ലെങ്കിൽ ഒരാള് നിയ്യത്ത് ചെയ്തു ഖദറൻ ഒരു എണ്ണം. ഉദാഹരണം 10 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത്. ഒരു ഉദാഹരണം, 10 നല്ലൊരു ഉദാഹരണം. അങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഫലഹു, അങ്ങനെ റക്അത്ത് എണ്ണം കരുതിക്കൊണ്ട് നിസ്കരിക്കാൻ തുടങ്ങിയവന് ജായിസാണ്. സിയാദത്തുൻ, നിസ്കാരം കെട്ട് തുടങ്ങിയപ്പോഴേ പണ്ട് ആദ്യം പള്ളിക്കൽ വന്ന ചങ്ങായില്ലേ, ഓന ആവേശം കൂടിയേക്ക് അവിടെ കൂടി. ഫസ്റ്റിൽ ചങ്ങായി നിസ്കരിച്ചാൻ പോയ കഥ എല്ലാവരും റമദാൻ മാസത്തിലാ കത്തക്കാലത്തിനോ പെട്ടതേ ഇഷാക്കാണ്. പള്ളിക്ക ചെന്ന് ബാങ്ക് കൊടുത്താട് എല്ലാവരും സുന്നത്ത് കഴിച്ചുണ്ട്. അങ്ങനെ ഓന്ന് സുന്നത്ത് കഴിച്ചു. പിന്നെ കാമത്തോടത്ത് വിശ്വാസിക്കണുണ്ട്, അതൊന്നും നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം എല്ലാവരും സുന്നത്ത് കഴിച്ചിട്ടുണ്ട്, അതും നിസ്കരിച്ചു. അതിന്റെ ശേഷം അസ്വലാത്ത ജാമിയ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ പാടെ സൊപ്പ് കെട്ടി നിന്നിട്ട് നിസ്കരിച്ച് 2 നിസ്കരിച്ച്, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച്, പിന്നെ നിൽക്കാണ്. അപ്പൊ ഇവന് തോന്നി ഇവരൊക്കെ പാടെ എന്നെ ഒന്ന് ആക്കുകയാണ്. കാരണം ഞാൻ ഇതുവരെ നിസ്കരിച്ചാൽ പള്ളിക്ക് വരാത്താണല്ലോ, ഇന്നെന്ന് കണക്കൂട്ടിട്ട് ഇന്നെ ശരിയാക്കുക ഇവരൊക്കെ പാടെ കൂടി എന്നുള്ള എനിക്ക്. ഇവനെന്താക്കിയാരോ തുണി അങ്ങോട്ട് മടക്കുത്തിയിട്ട് അങ്ങോട്ട് ഒരുങ്ങിന്നാ നോക്കിയടാറ്. അപ്പൊ ഇവൻ തോന്നി എന്താ ഇവരൊക്കെ പാടെ കൂടി ഇന്ന ശരിയാക്കാണിക്കുന്ന. അങ്ങനെ എപ്പോഴാണ് മടക്കുത്തിട്ടാണ്ട് ഒരുങ്ങിട്ട് പറഞ്ഞു എന്നാ നോക്കിയടാറിന്. എന്നാലും നേരെ മുക്കൂർ നിസ്കരിച്ചാലും ഞാൻ തയ്യാറാണ് എന്നുള്ളത്. അങ്ങനെ ഇപ്പൊ 10 റക്അത്ത് നിസ്കരിച്ചാൻ കരുതിയ മനുഷ്യൻ ആവേശം കൂടി. ആവേശം കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി. 10 എത്തിയപ്പം പിന്നെ നിസ്കാരത്തിന്റെ മുറുക്കത്തിലിങ്ങനെ എന്നാ വേണ്ട കൂട്ടിക്കോന്ന് 10 കൂടി കുഴപ്പമൊന്നുമില്ല. അപ്പൊ തുടക്കത്തിൽ 10 എന്നല്ലേ കരുതിയേ, ആയിക്കോട്ടെ 10 കഴിയുമ്പോ ഞാൻ 10 കൂടി നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. എഴുന്നേറ്റാണ് നിസ്കരിച്ചൂട്. പക്ഷെ കരുതിയിട്ടേ എഴുന്നേൽക്കാൻ പാടുള്ളൂ, എഴുന്നേറ്റിട്ട് കരുതാൻ പാടില്ല. മാത്രല്ല വരക്സുൻ, കുറക്കാനും പറ്റൂ. നിസ്കരിച്ചാൽ ഭയങ്കര ആവേശം. ഇനി അപ്പൊ 10 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ. പണ്ട് വയനാട്ടിക്ക് പോയൊരു കഥ ഞങ്ങളവിടെ മനസ്സിലായില്ലേ, പലപ്പോഴും പറയാറുണ്ട്. നമ്മളെ കേൾവിക്കാരൻ പറയാം, പോകുമ്പോ ഉൾക്കട പോണ വെച്ചു, ഞാൻ വയനാട്ടിലാണ്. ഞാൻ അപ്പൊ പോകുമ്പോ കണ്ട ഓന്റെ ആവേശം കൊണ്ട് അങ്ങനെ പഴയ വയനാടാട്ടോ, ഇപ്പത്തെ വയനാടല്ല. നമ്മളെ KCS ഞങ്ങൾ വാപ്പയൊക്കെ ഉണ്ട്, സുഖമായിരിക്കും, അല്ലാഹു തആല ഭയം ഷിഫയാക്കി കൊടുക്കട്ടെ. വയനാട്ടിൽ ചെന്നപ്പോൾ ഈ പഴയ കാലത്തൊക്കെ പെരും തണുപ്പും അട്ടന്റെ കടിയും ഒക്കെ പാടെ കൊണ്ടിട്ട് പനിയോണ്ട് ബെജാറായിട്ട് ഒരാഴ്ച എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് ഇങ്ങനെ വരുമ്പോ ഇജ്ജെവിടുന്നാടാ വരുന്നത്? ഞാൻ വയനാട്ടിൽ നിന്ന്. അങ്ങോട്ട് എടുക്കാണ്, ഞാൻ വയനാട്ടിൽ പറഞ്ഞ ആ ഉഷാറില്ല. അങ്ങോട്ട് പനി പിടിച്ച് ബന്ധു നോക്കുമ്പോ ഇജ്ജെവിടുന്നാടാ വരുന്നത്? ഞാൻ വയനാട്ടിൽ നിന്നാണ് എന്ന കോലത്തില് ഇവർ 10 റക്അത്ത് നേരിയാണ് തുടങ്ങിയതാ. ഒരു 3-4 റക്അത്തായി നോക്കുമ്പോ ആകണില്ല. എന്നാ പിന്നെ എന്താക്കാം, വയനാട്ട് പോയി അന്നേക്ക് ഞാൻ 4 കൊണ്ട് കുറക്കുകയാണ് എന്ന് കരുതിയിട്ട് 4 അത്തഹിയ്യാത്തോതി സലാം വീട്ടിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ആവേശം കൂടിയിട്ട് നേരത്തെ നെയ്യത്ത് ചെയ്തതിനെക്കാട്ടിലും കൂട്ടാം. അല്ലെങ്കിൽ ക്ഷീണം കൊണ്ടോ ആവേശക്കുറവ് കൊണ്ടോ നേരത്തെ കരുതിയതിനേക്കാൾ കുറക്കുകയും ചെയ്യാം. നേരത്തെ കണക്കാക്കിയോടത്ത് തന്നെ, കണക്കാക്കാത്തോടത്ത് പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം. കണക്കാക്കി എണ്ണം കണക്കാക്കി തുടങ്ങിയോടത്ത് തന്നെ കൂട്ടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം. പക്ഷേ ഷർത്തുണ്ട്, ഇന്നുവിയ, ഈ കൂട്ടലിനെയും കുറക്കലിനെയും നിയ്യത്ത് ചെയ്യപ്പെട്ടാൽ ഖബ്ലഹുമാ, കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാൻ കരുതണം, കുറക്കുന്നതിന് മുമ്പ് കുറക്കാൻ കരുതണം. എന്ന് പറഞ്ഞാൽ
10 റക്അത്ത് നിസ്കരിച്ചു, 10ാമത്തെ റക്അത്തിലെ 2ാമത്തെ സുജൂദ് നിങ്ങോട്ട് ഉയരുമ്പോ കരുതി ഇല്ല ഞാൻ ഇപ്പൊ സലാം വിട്ടല്ലോ ഒരു 10 റക്അത്തും കൂടി നിസ്കരിക്കട്ടെ, എന്നായിക്കോട്ടെ, കുഴപ്പമില്ല. അതേ സമയത്ത് മറന്നുകാണ്ട് ഇപ്പൊ നൃത്തത്തിക്ക് പോയതാ, നൃത്തത്തിലെത്തിയപ്പോ ഏതായാലും കരുതി ഇനിയിപ്പൊ കല്ല് വലിയ 2 റക്അത്ത് കൂടിയാ നിസ്കരിച്ച, അതുകൊണ്ട് പറ്റൂല. കാരണം നേരത്തെ ഈ കണക്കാക്കിയ എണ്ണത്തിനേക്കാൾ കൂട്ടുന്നതിന് മുമ്പ് കൂട്ടാൻ കരുതണം. അതുപോലെ തന്നെ കുറക്കുന്നതിന് മുമ്പ് കുറക്കാൻ കരുതാൻ ഞാൻ കർമ്മത്തിലാവും. അതാ അപ്പൊ ഒരു ഉദാഹരണം പറയാം. ഫലോനവാവലാൾ നിയ്യത്ത് ചെയ്തു റക്അത്തൈനി, മുത്ലഖ് സുന്നത്താണ്, 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തു. ഫഖാമ ഇലാ സാലിസത്തിൻ, പക്ഷേ 2ാം റക്അത്ത് കഴിഞ്ഞിട്ട് 3ാം റക്അത്തിലേക്ക് എഴുന്നേറ്റു. എങ്ങനെ? സഹ്വൻ, മറന്നേട എഴുന്നേറ്റ്, അല്ലാതെ 4 റക്അത്ത് നിസ്കരിക്കണം അല്ലെങ്കിൽ 3 നിസ്കരിക്കണമെന്ന് കരുതിക്കാണ്ടല്ല, മറന്ന് നിസ്കരിച്ചതാ. സുമ്മത്തതക്കറ, നൃത്തത്തിലെത്തിയതിന് ശേഷം ഒരു ഓർമ്മ വന്നു. എന്നാ പിന്നെ ഏതായാലും അവിടെ പൂർത്തിയായിക്കോട്ടെ എന്നാ, അങ്ങനെയല്ല. നിർബന്ധമായിട്ടും ഇരുന്നോളണം. കാരണം സഹുവാണ്. ഇരുന്നിട്ട് പിന്നെ പിന്നെ 3 or 4 നിസ്കരിക്കണമെന്ന് പോകുന്നതാണെങ്കിൽ എഴുന്നേറ്റോട്ടെ, അതിന് കുഴപ്പമില്ല, നീയത്ത് ചെയ്തിട്ട് എഴുന്നേറ്റോട്ടെ. അവസാനം സുജൂദ് ചെയ്യണ എന്തിനാ? മറന്നുകൊണ്ട് അവിടെ എഴുന്നേറ്റ്, അതുകൊണ്ട് അത് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്ന കാര്യമാണ്. അത് മറന്നു ചെയ്താൽ അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്യണം. കൂട്ടുന്നതിന് കുഴപ്പമില്ല, 2ാമത് ഇരുന്നതിന് ശേഷം കൂട്ടണമെങ്കിൽ എഴുന്നേൽക്കാം. അന്നേൽക്ക് തന്നെയാണ് മുന്നോട്ട് പോയാലോ വൈല്ലം. പക്ഷേ കൂട്ടാൻ കരുതണില്ല, ഇരിക്കലേതായാലും ഉജൂബ്, ഇരുന്നതിന് ശേഷം കൂട്ടണം എന്ന് ഉദ്ദേശിച്ചാൽ നീയത്ത് ചെയ്തിട്ട് കൂട്ടാൻ ഉദ്ദേശിച്ചില്ലെങ്കിലോ തശഹദ, അവിടെ തന്നെ അത്തയ്യാത്തോതി ഇരുന്ന് സൈവിന് സുജൂദ് ചെയ്ത് സല്ലമ സലാം വിട്ടു. കാരണം എഴുന്നേറ്റ് മനഃപൂർവ്വം ചെയ്താൽ മാത്രമാകുന്ന കാര്യമാണ്. അപ്പോ നിശ്ചിത റക്അത്ത് കരുതി ആ റക്അത്തിനേക്കാൾ കൂട്ടാൻ കരുതുന്നതിന് മുമ്പ് എഴുന്നേൽക്കാനോ കുറക്കാൻ കരുതുന്നതിന് മുമ്പ് കുറക്കാനോ പാടില്ല. ഇനി പറയാം. വയുസന്നോ, സുന്നത്താക്കപ്പെടും, ലിൽ മുത്തനഫിലി ലൈലൻ, രാത്രി സുന്നത്ത് നിസ്കരിക്കുന്നവന്, ഔ നഹാറൻ, അല്ലെങ്കിൽ പകല് സുന്നത്ത് നിസ്കരിക്കുന്നവൻ, മുത്തലഖ് സുന്നത്തി, അതിനെ പറ്റിയാ പറയുന്നത്. മുത്തലഖ് സുന്നത്ത് നിസ്കരിക്കുന്നവൻ രാത്രിയായാലും പകലായാലും, ഞാൻ അല്ല മിത്രോ അതുപോലെ തന്നെ പോലത്തെ മുത്തലഖ് അല്ലാത്തതാണെങ്കിലും കണക്ക് തന്നെ. എന്താണ്? അയ്യുസല്ലിമ മിൻ കുല്ലി റക്അത്തൈനി, അല്ല ഈ 2 റക്അത്തിലും സലാം വീട്ടൽ സുന്നത്താണ്. തറാവിയെ ഇപ്പൊ 2 റക്അത്തിൽ സലാം വീട്ടൽ വുജൂബുള്ളൂ. ഒരാൾ വിത്ർ 10 റക്അത്ത് ഒന്നിച്ചാണ് നിസ്കരിച്ചു, അത് സലാം വീട്ടിൽ പിന്നെ 1 റക്അത്ത് നിസ്കരിച്ചു, ഒരു കുഴപ്പമില്ല. മുഹ അല്ലെങ്കിൽ ഒരാള് 8 റക്അത്ത് ഒന്നിച്ചാണ് തക്ബീർ കെട്ടി, എന്നിട്ട് 8ാം റക്അത്തിൽ അത്തയ്യാത്തോതിയാണ് സലാം വീട്ടി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ 2 റക്അത്ത് നിസ്കരിക്കലാണ് അഫ്ദല്. വിത്റാവുമ്പോ പിന്നെ ലാസ്റ്റിൽ 1 റക്അത്ത് വേണം. ലിൽ ഖബരിൽ മുത്തഫഖ് അലൈഹി, അതിനെ ഹല്ലുവല്ലിയൊക്കെ അവിടെ പറയുന്നത്. ലിൽ ഖബരിൽ മുത്തഫഖ് അലൈഹി, കാരണം രാത്രിയായാലും പകലായാലും ഈ 2 റക്അത്ത് നിസ്കരിക്കലാണ് സുന്നത്ത് എന്ന് പറയാൻ കാരണം മുത്തഫഖ് അലൈഹി ഹദീസ് ഉണ്ട്. സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ എന്ന മശൂറായ ഹദീസിൽ വഫീ റിവായത്തിൻ സ്വഹീഹത്തിൻ, അവിടെ തെളിവ്. സഹിയായ മറ്റൊരു റിവായത്തിൽ ഇതിൽ തന്നെ ഉണ്ട്, വന്നഹാരി സ്വലാത്തുൽ ലൈലി വന്നഹാരി മസ്നാ മസ്നാ, രാത്രിയായാലും പകലായാലും ഈ 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്ന ഹദീസ് ഉള്ളത് കൊണ്ട് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ 2 റക്അത്ത് വീതം നിസ്കരിക്കുന്നതാണ് നല്ലത്. ഒരാൾ 100 റക്അത്ത് ഒന്നിച്ച് മുത്തലഖ് നിസ്കരിച്ചു, കുഴപ്പമില്ല. 8 റക്അത്ത് ഒന്നിച്ച് ദുഹാ നിസ്കരിച്ചു, കുഴപ്പമില്ല. 11 റക്അത്ത് ഒന്നിച്ച് വിത്ർ നിസ്കരിച്ചു, കുഴപ്പമില്ല. ഹല്ലി വല്ലി. പക്ഷെ നല്ലത് ഈ 2 റക്അത്ത് നിസ്കരിക്കുക. വിത്റാവുമ്പോ ലാസ്റ്റ് 1 റക്അത്ത് നിസ്കരിക്കുക. ഇനി കാലഫിൽ മജ്മൂഇൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹ് നമ്മൾ ഇന്ന് ബാക്കി കാല സമയം എഴുതി കുത്തുന്ന ഇതൊന്ന് കഴിച്ചാൽ പറ്റൂല, ആലൂര് എന്ന് അടിച്ചു വിട്ട് തീർക്കുകയാണ്. ഇത്മാലത്തുൽ ഖിയാമി, നൃത്തത്തെ നീട്ടലാണ്. അഫ്ളലു മിൻ തക്സീർ റക്അത്തി, റക്അത്തിന്റെ എണ്ണം അധികരിപ്പിക്കുന്നതിനേക്കാളും ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വിശദീകരണത്തിലേക്ക് കടന്നാൽ അതിലൊക്കെ കുഴപ്പങ്ങൾ വരും എന്ന് പറഞ്ഞപ്പോ എങ്ങനെ? ഒരാള് 20 മിനിറ്റ് സമയം കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു, മറ്റൊരാള് 20 മിനിറ്റ് കൊണ്ട് 10 റക്അത്ത് നിസ്കരിക്കുന്നു. രണ്ടാളും 20 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്.
ഒരാള് 2 റക്അത്താണ് 20 മിനിറ്റ് കൊണ്ട് നിസ്കരിച്ചത്, മറ്റൊരാള് ഈ 20 മിനിറ്റ് കൊണ്ട് 10 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ 2 റക്അത്ത് 10 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കലാണ് 20 മിനിറ്റ് കൊണ്ട് 10 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളല്. പക്ഷെ അതിലൊക്കെ ഇഷ്കാലുണ്ട്. ഇനിയിപ്പോ അതൊക്കെ സൂര്യ എടുത്തുകാണ്ട് അച്ചറയും ഒച്ചമ്പളി ഉണ്ടാക്കണ്ട, മനസ്സിലായല്ലോ. അതൊക്കെ ആശയക്കാരന്നെ ഇഷ്കാലൊക്കെ അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെ മേലെ തല ഖുറാത്ത് നീളുന്നല്ലേ പ്രശ്നമുള്ളൂ? ഖുറാത്ത് സുന്നത്താണല്ലേ? അതെ. ഫർള കടറിനെ കഴിഞ്ഞാൽ ബാക്കിയുള്ള സുന്നത്തല്ലേ? അതെ. സുജൂദ് ഉർക്കുവൊക്കെ ഫർളല്ലേ? അപ്പൊ ഫർളിനേക്കാൾ പുണ്യം സുന്നത്തിന് കിട്ടുമോ എന്നൊരു ചോദ്യം, പ്രസക്തമായ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. നബി ഇമാം മജ്മുഅയിൽ പറഞ്ഞ അങ്ങനെ ബാക്കിയുള്ള എന്നോട് ചോദിക്കണ്ട. വഖാല ഫീഹി മജ്മുഅൽ നബി ഇമാം പറയുന്നു അയിലും വീണ്ടും അഫ്ളലുൻ നഫലി, വീണ്ടും എന്ന് പറഞ്ഞാൽ നൃത്തത്തെ ദീർഘിപ്പിക്കലാണ് റക്അത്തിന്റെ എണ്ണം ദീർഘിപ്പിക്കുന്നതിനേക്കാൾ ഖൈറ് എന്ന് പറഞ്ഞതിന്റെ പുറമെ പറയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ പലതുമുണ്ടെങ്കിലും അതിന്റെ ദർജ തർത്തീബ് എങ്ങനെയാണ്? അഫ്ളലുൻ നഫലി സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് ഈദുൻ അക്ബറു, വലിയ പെരുന്നാൾ നിസ്കാരമാണ്. അതിന് കാരണം ഒന്ന് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടതാണ്, തന്നെയല്ല പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് മനാസിക്കുകൾ ഒരുമിച്ച് കൂടുന്നതാണെന്ന് മാത്രമല്ല, അത് അങ്ങനെ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറഞ്ഞ പെരുന്നാൾ നിസ്കാരം ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട സുന്നത്താണ് എന്നുണ്ട്. അതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ളൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റു, ചെറിയൊരു നമസ്കാരമാണ്. ഫഖുസൂഫുൻ, അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യഗ്രഹണ നമസ്കാരമാണ്, ജമാഅത്ത് സുന്നത്തുള്ളതുകൊണ്ട്. ഫഖുസൂഫുൻ, അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രഗ്രഹണ നമസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫസ്തിസ്ഖാഉൻ, മഴ തേടുന്ന നമസ്കാരം. കാരണം അതൊക്കെ ജമാഅത്ത് സുന്നത്തുള്ളതാണ്, അതിനാണ് മുൻഗണന. ഫവിത്റുൻ, അതൊക്കെ സുന്നത്തായ നിലക്ക് ജമാഅത്ത് സ്ഥിരപ്പെട്ട നമസ്കാരങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിത്റാണ്. അതായത് റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും അഫ്ളലായത് വിത്റാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫറക്കാത്തുൽ ഫജ്രി, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ് പിന്നെ ഏറ്റവും അഫ്ളല്. അത് കഴിഞ്ഞാൽ ഫബഖിയത്തുർ റവാത്തിബി, മറ്റ് റവാത്തിബുകൾ മുഅക്കദായത് അല്ലാത്തത്. ഫജമിഉഹാ ഫി മർതബത്തിൻ വാഹിദിൻ, എല്ലാം ഒരു മർത്തബയിലാണെന്ന് പറഞ്ഞാൽ മുഅക്കദും ഒരു മർത്തബയിലാണെന്നല്ല. ളുഹ്റിന്റെ മുമ്പുള്ള 2 റക്അത്തും ശേഷമുള്ള 2 റക്അത്തും മുഅക്കദാണല്ലോ. അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷമുള്ള 2 റക്അത്തും ഇശാന് ശേഷമുള്ള 2 റക്അത്തും മുഅക്കദാണല്ലോ. അതൊക്കെ ഒരു കണക്കാണ്. അതുപോലെ തന്നെ ളുഹ്റിന്റെ മുമ്പ് 4 ആവുമ്പോൾ അതിൽപ്പെട്ട 2, ശേഷമുള്ള 4 ആവുമ്പോൾ അതിൽപ്പെട്ട 2, അസറിന്റെ മുമ്പുള്ള 4, മഗ്‌രിബിന്റെ മുമ്പുള്ള 2, ഇശാന്റെ മുമ്പുള്ള 2, അത് വേറെ മുഅക്കദാണല്ലോ. അതൊക്കെ ഒരു കണക്കാണ്. ഇങ്ങനെ ഫത്തറാവിയു, അതിന്റെ ശേഷമാണ് തറാവീഹ്. എന്താ അങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയ നിസ്കാരങ്ങളാണ് ഇതൊക്കെ. എന്നാൽ തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ 3 ദിവസമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പൊ അത് മുവാളവത്ത് ചെയ്യപ്പെടാത്തതാണ്. ജമാഅത്ത് ഉണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കാത്ത നിസ്കാരമായത് കൊണ്ട് അത് ഈ റവാത്തിബ് സുന്നത്തുകളുടെ ശേഷമാണ് അതിന്റെ സ്ഥാനം. അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ദുഹാ നിസ്കാരമാണ്. കാരണം ദുഹാ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും സ്വഹാബത്തിന് ഖിലാഫ് വന്ന നിസ്കാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റക്അത്ത് ത്വവാഫി, പിന്നെ ത്വവാഫിന് ശേഷമുള്ള 2 റക്അത്താണ് വാജിബാണെന്ന് വരെ ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. വത്തഹിയ്യത്തി, അത് കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലെ തഹിയ്യത്ത്, കാരണം അത് ഉപേക്ഷിക്കുന്നതിന് തൊട്ട് വിരോധം വന്നിട്ടുണ്ട്. വൽ ഇഹ്റാമി, ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സുന്നത്ത്. ഫൽ വുദൂഇ, അതിന്റെ ശേഷമാണ് വുദൂഇന് വേണ്ടിയിട്ടുള്ള വുദൂഇന് ശേഷമുള്ള സുന്നത്ത്. ഇതിങ്ങനെ അതിന്റെ തർത്തീബുകൾ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഇനി അവസാനം ഒരു വിഷയം പറഞ്ഞുകാണ്ട് മതിയാക്കുക. പക്ഷെ അത് കുറച്ച് തോനെ പറയാനുള്ള വിഷയമായിരിക്കുന്നപ്പോ ഞാൻ കടന്നു തരുന്ന സമയം കഴിഞ്ഞാണ്. ഫായിദത്തുൻ, ഒരു ഫലപ്രദമായ വിഷയം പറയുന്നു. എന്താണത്? അമ്മസ്വലാത്തുൽ മഅറൂഫത്തു, എന്തൊരു അമ്മ. ഈ പറഞ്ഞതൊക്കെ നല്ല മസ്താന, മുത്തലഖ് സുന്നത്ത് മുതൽക്കൊക്കെ നല്ല കാര്യങ്ങളാ എന്ന് വെച്ചിട്ട് ഇല്ലാത്ത ഉണ്ടാക്കാൻ പറ്റൂല. അതാണ് ഒരു അമ്മ അവിടെ. അമ്മസ്വലാത്തുൽ മഅറൂഫത്തു, പ്രസിദ്ധമായ ഒരു നിസ്കാരം എന്ന് പ്രസിദ്ധം. ലൈലത്തുർ റഗായിബി, റഗായിബ് ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? റജബ് മാസത്തെ 1ാമത്തെ വ്യാഴാഴ്ച വൈകിട്ടുള്ള വെള്ളിയാഴ്ച രാവ്.
ആ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നിർവഹിക്കപ്പെടുന്ന ഒരു പ്രത്യേക നിസ്കാരത്തിനാണ് ഈ പ്രത്യേകം പറയുന്ന റഗായിബ് നിസ്കാരം എന്ന് പറയും. ആ രാത്രിയെ സംബന്ധിച്ച് റഗായിബ് രാത്രി എന്ന് പറയും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അന്ന് പ്രത്യേകം ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഒരു കൊല്ലത്തിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയാണ്. അതൊക്കെ പക്ഷേ ആ രാത്രി ഒരു പ്രത്യേകമായ നിസ്കാരം, അത് ഇങ്ങനെ അതൊക്കെ റസാലി ഇമാമ് തങ്ങള് യഹ്യയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല പല ഇമാമിങ്ങളും അവരുടെ കിതാബുകളിൽ വളരെ പ്രധാനപ്പെട്ടതായി വലിയ പുണ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മദ്ഹബിന്റെ ഖായിദ പ്രകാരം അത് ശരിയല്ല. എങ്ങനെ? റജബിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച നോമ്പൊൽക്കുക, ആദ്യത്തെ വ്യാഴാഴ്ച നോമ്പൊൽക്കുക, നോമ്പ് പറഞ്ഞിട്ട് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 12 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെയാണ് 12 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ടോ ഈ 12 റക്അത്തില് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹന്റെ ശേഷം 12 ഇദാ സുൽസിലത്ത് ഓതുക. പിന്നെ അൽഹാക്കുമുത്ത് കാസർ ഓതുക. പിന്നെ 12 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കരിച്ച് സലാം വീട്ടിയതിന്റെ ശേഷം ദ്വാരക്കുക. ദ്വാരന്നതിന് ശേഷം ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ കുറെ പ്രത്യേക ദിക്റുകളുണ്ട്, ആ ദിക്റും ദ്വാവും ചെയ്യുക. എന്നിട്ട് എഴുന്നേറ്റിരുന്ന് കുറെ ദ്വാരക്കുക. എന്നിട്ട് പിന്നെ ഒരു സുജൂദും കൂടി ചെയ്യുക. ആ സുജൂദിൽ കുറെ പ്രത്യേക ദിക്റുകൾ ചൊല്ലി ദ്വാരക്കുക. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് ദ്വാരക്കുക. ഷാഫി മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് അങ്ങനെ ഒരു സുജൂദ് തന്നെ ഹറാമാ. അപ്പൊ അതുകൊണ്ട് ആ നിസ്കാരം നമ്മളുടെ മദ്ഹബിൽ സ്വീകാര്യമല്ല. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ള വമ്പന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് ശരിയല്ല. അതുപോലെ തന്നെ ഷഅബാൻ ബൗദിന്റെ അന്ന് 100 റക്അത്ത് നിസ്കരിക്കുക. ബറാത്തിരാന്റെ അന്നേ പ്രത്യേകമായ നിയ്യത്തോടുകൂടി പ്രത്യേക രീതി, 2 രീതി. ഒരു പക്ഷേ ഫാത്തിഹന്റെ ശേഷം ഓരോ റക്അത്തിലും 10 വീതം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് 100 റക്അത്ത് നിസ്കരിക്കുക. കുറച്ചു നേരം മെനക്കെടണം. അതല്ലെങ്കിൽ 10 റക്അത്ത് നിസ്കരിക്കുക, ഓരോ റക്അത്തിലും 100 വീതം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അങ്ങനെയുള്ള ഷഅബാൻ ബൗദിയുടെ ബറാത്ത് നിസ്കാരം, അതിന്റെ പുറമെ ആശൂറ ദിവസത്തിലുള്ള പ്രത്യേക നിസ്കാരം, ഇതൊക്കെ ഫബിദ്അത്തുൻ ഖബീഹ, അത് മോശപ്പെട്ട ബിദ്അത്താണ്. കാരണം സഹീഹായ നിയമവിധികൾക്ക് എതിരാണ്. പറഞ്ഞ സുജൂദിന്റെയും കോലത്തിന്റെയും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഹദീസ് കൊണ്ട് വന്നതല്ല. മഅറൂഫായ അറിയപ്പെട്ട നിയമങ്ങൾക്ക് വിപരീതം വരുന്നും ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, നിസ്കരിച്ചു കഴിഞ്ഞ് സലാം വീട്ടിയതിന്റെ ശേഷം ദ്വാരുന്നാണ്ട് പിന്നൊരു സുജൂദ്, സുജൂദ് കുറെ ദ്വാരുന്നാണ്ട് എഴുന്നേറ്റ് പിന്നൊരു ദ്വാവ്, പിന്നെ ഒരു സുജൂദ് ചെയ്തിട്ടൊരു ദ്വാ. അതൊന്നും നമ്മുടെ മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് സഹിഹല്ല. ആ യമനിൽ മാത്രമല്ല, നമ്മളെ വടക്കേ ഇന്ത്യയിൽ ധാരാളമായി ഉണ്ട്. ഹനഫികളുള്ള സ്ഥലങ്ങളിലൊക്കെ അത് വ്യാപകമായി. അതുപോലെ തന്നെ സൂഫികളായ ഉലമാക്കള് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലത്തെവരൊക്കെ പറഞ്ഞതുകൊണ്ട് അവര് ചെയ്യാറുണ്ട്. പക്ഷേ മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് അത് ശരിയല്ല. എന്നാ പിന്നെ ചില ഹദീസുകൾ, അതിലൊക്കെ വലിയ ഫളീലത്ത് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഹദീസുകളൊക്കെ മൗദൂ ആണ്, അല്ലെങ്കിൽ ശദീദുൽ ളഅഫാണ്. മനസ്സിലായില്ലേ? ഷെയ്ഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ പറഞ്ഞു? ആര് പറഞ്ഞതുപോലെ? ഇബ്നു ശുഹ്ബാന. ആരൂരിന്റെ എങ്ങനെയുള്ള ആരൂരെ? തല തിരിച്ചിട്ടല്ലേ ഇബ്നു ശുബ്ഹാനല്ലേ? അത് പൊട്ടത്തര. മനസ്സിലായില്ലേ? ഹാ മുമ്പിലും ബാ ബേക്കിലും ഉണ്ട്.
ഷുബ്ഹല്ല, ഷുഹബാണ്. ഇബ്നു ഷുഹബ അറിയപ്പെട്ട നമ്മുടെ ഷാഫി മദ്ഹബിലെ അറിയപ്പെട്ട ഒരു ഇമാമാണ് ഇബ്നു ഷുഹബ. അത് അച്ചടി എന്ന പേരാണ്, ബാഗ് ബേക്കിലും ഹാഗ് മുന്നിലും ഉള്ളത്. മറ്റ് ഇമാമങ്ങളൊക്കെ പറഞ്ഞതുപോലെ അന്ത് പറഞ്ഞു ഇത് ബിദ്അത്താണ്, ഇതിന്റെ ഹദീസുകളൊക്കെ മൗദൂ ആണ് എന്ന്. അതവിടെ കഴിഞ്ഞു. ഇനി വേറെ വഅഖ്ബഹു മിൻഹാ, ഈ പറഞ്ഞ ഈ റജബ് 1-ാമത്തെ വെള്ളിയാഴ്ച റായിബ് നിസ്കാരം, ഷഅബാൻ ബൗദിന്റെ അന്നത്തെ 100 റക്അത്ത് നിസ്കാരം, അതുപോലെ തന്നെ ആശൂറ ദിവസത്തിന് 12 റക്അത്ത് നിസ്കാരം തുടങ്ങിയതൊക്കെ ബിദ്അത്തായതുപോലെ അതിനേക്കാളും മോശമാണ് മഅ്തീദ, പതിവാക്കപ്പെട്ടു വരുന്നത് ഫീ ബഅദിൽ ബിലാദി, ചില നാട്ടുംപുറങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ അങ്ങനെ ഇല്ല, മറ്റ് പല പ്രദേശങ്ങളിലുമുണ്ട്. എന്ത്? മിൻ സ്വലാത്തിൽ ഖംസി, 5 ഓത്ത് നിസ്കരിക്കുക. സുബഹി മുതൽക്കാട് തുടങ്ങിയിട്ട് ഇശാ വരെയുള്ള 17 റക്അത്ത് എന്നൊക്കെ ഫിൽ ജുമുഅത്തിൽ അഖീറത്തി മിൻ റമളാൻ, റമളാനിലെ ഒടുവിലത്തെ വെള്ളിയാഴ്ച, റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരു 5 ഓത്ത് നിസ്കാരം 17 റക്അത്താണ് നിസ്കരിക്കുക. എപ്പോഴാണത്? അഖീറ സ്വലാത്തിയ ജുമ കഴിഞ്ഞിട്ട്, റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാസ്കാരം കഴിഞ്ഞിട്ട് ഒരു 17 റക്അത്തുള്ള 5 ഓത്ത് നിസ്കാരമാണ് നിസ്കരിക്കുക. എങ്ങനെ നിസ്കരിക്കുന്നത്? സായിമീന, ഈ നിസ്കരിക്കുന്ന ആളുകൾ നൊടിഞ്ഞുകൊണ്ട്, അന്നഹ, ഈ 17 റക്അത്ത് നിസ്കാരം തുകഫിറു സ്വലവാത്തിൽ ആമി, ഒരു കൊല്ലത്തിൽ ഇടവിട്ടുപോയ നിസ്കാരത്തിന് കഫാറത്താകും. മനസ്സിലായില്ലേ? ഇന്നാലെ മിഞ്ഞാന്നോ ചെയ്ത ഒരാൾ ചോദിച്ചിന്, ഒരു വിശ്വാസിന്റെ ചോദ്യം, കുറെ നിസ്കാരത്തിലൊക്കെ ഓത്തൊന്നും ശരിയായിട്ടില്ല ഇനി എന്നൊരു തോന്നലുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പൊ ഓത്തൊക്കെ ശരിയായിന്, ഇനി ഒന്നാട് അതൊക്കെ പാടാണ് കള വീട്ടിയെങ്കിലോ, ദിവസം ഓരോ ബുഹറിന്റെ മുമ്പ് ഓരോ ബുഹർ ഓരോ അസറിന്റെ മുമ്പ് അങ്ങനെയാണ് കള വീട്ടിയെങ്കിലോ എന്ന് വെച്ചില്ലേ. അതൊക്കെ ഒസ്വാസ് അല്ലെങ്കിൽ പിന്നെ ഏതാ ഒസ്വാസ് അറിയുന്നത് എന്നതുപോലെ ഒരു കൊല്ലത്തിൽ എവിടെയെങ്കിലുമൊക്കെ കളാവ് ചെയ്തുണ്ടാവും, ചിലപ്പോ ഷർത്തില്ലാത്തത് ഉണ്ടാവും, ചിലപ്പോ ബാത്തിലായി പോകുന്നത് ഉണ്ടാവും, അന്നിപ്പോ ഞമ്മക്കറിയില്ലല്ലോ. അപ്പൊ ഒരു കൊല്ലത്തിൽ അറിയാതെ പോയ നിസ്കാരത്തിനൊക്കെ പരിഹാരമാണ് റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ഒരു 5 ഓത്താണ് നിസ്കരിച്ച ഒരു കൊല്ലത്തെ നിസ്കാരത്തിലുള്ള എല്ലാ പോരായും കുറവും അതുകൊണ്ട് പരിഹരിക്കപ്പെടും. അവിൽ ഒരു കൊല്ലത്തേന്നല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ നിസ്കാരത്തിന്റെയും വീഴ്ചയും പോരായ്മയും ഒക്കെ പരിഹരിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കും എന്ന് ധരിച്ചുകൊണ്ട് ഒടുവിൽ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം ഒരു 17 റക്അത്ത് നിസ്കരിക്കൽ വദാലിക ഹറാം, കറാത്തൊന്നുമല്ല, അത് പച്ച ഹറാമാ. ഇതൊക്കെ അങ്ങനെ ഒരു 5 നിസ്കാരം, ഒരു നിസ്കാരം നിങ്ങൾക്ക് കളാ ആയിടുന്ന് ഉറപ്പുണ്ടെങ്കിൽ കരിച്ചോളി, അതല്ലെങ്കിൽ ഇന്നലെ നിസ്കാരം ബാത്തിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരിച്ചോളി. ഈ തോന്നിയതിന് ഇറക്കണ അത് ദീൻ കൊണ്ട് കളിക്കാണ്, തലാബും ദീന്ന എന്റെ കാരണം പറഞ്ഞു, ദീൻ കൊണ്ട് കളിയാക്കുക, അതിനൊന്നും ഇസ്ലാമിൽ തെളിവൊന്നുമില്ല. വല്ലാഹു അഅലം. കഴിഞ്ഞു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം തഖബ്ബലല്ലാഹു മിന്നാ മിൻകും. അപ്പോ ഈ ആയത്തിന്റെ 1-ാം ജുസ് അവസാനിച്ചു. അൽഹംദുലില്ലാഹ്. നാളെ മുതൽ ഇനി നമുക്ക് ജമാഅത്തിന്റെ ബാബാണ് ഓതാനുള്ളത്. ജമാഅത്ത് ജുമുഅ, അതിന്റെ ശേഷം പിന്നെ ഇൻഷാ അല്ലാഹ് ഇബാദത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വരും. ഇനി റമളാൻ അതിന്റെ ഇടയ്ക്ക് ഇവിടെ തൊട്ടടുത്ത് വരുന്നുണ്ട്, അതൊന്നും ദർസിൽ ഇനി ഇടയ്ക്ക് ഓതേണ്ട ആവശ്യമൊന്നും ഇല്ല. ഏതായാലും സൗകര്യം പോലെയൊക്കെ ചെയ്യാം. അള്ളാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. എന്തെങ്കിലുമൊക്കെ കുറച്ച് സമയം സംശയം ചോദിക്കുന്നവർക്കൊക്കെ ചോദിക്കുക. അള്ളാഹു തആല ഖൈറായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളുടെ രോഗങ്ങൾ അള്ളാഹു തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളിലും കുടുക്കിലും ഒക്കെ പെട്ട ആളുകൾക്ക് അള്ളാഹു തആല സലാമത്തും രക്ഷയും നൽകുമാറാകട്ടെ. രാവിലെ പറഞ്ഞ
ഒരു SSF-കാരനായ ഒരു കുട്ടി ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു തആല ആ കുട്ടിക്കൊക്കെ പൂർണ്ണമായ ആഫിയത്തും ഷിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുമായി നമ്മളുമായി ബന്ധപ്പെട്ട മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ആഖിറം അള്ളാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറട്ടെ. ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അള്ളാഹു തആല വിടുത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗികളുടെ രോഗം അള്ളാഹു തആല ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഗർഭിണികൾക്ക് അള്ളാഹു തആല സുഖപ്രസവം നൽകുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു തആല സ്വാലിഹായ മക്കളെ നൽകുമാറാകട്ടെ. മറ്റു ബുദ്ധിമുട്ടുകളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പെട്ടവർക്കൊക്കെ അള്ളാഹു തആല ഖൈറായ ഫത്ഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ഇനി കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ളത് ചോദിക്കാം. ഞാൻ ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് വിടുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.